പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് ബന്ധു നീറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റും നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ
പ്രത്യാശ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതരെ, കുടുംബസമാധാനം ഇല്ലാത്തവരെ, വിദേശ യാത്ര ചെയ്യുന്നവരെ, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനെ നയിക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതായത് ഓരോ വിഷയത്തിനും അതിൻ്റെതായിട്ടുള്ള അഭിഷേകമുണ്ടെന്ന്. ഈ അഭിഷേകത്തിന് ബൈബിളിൽ പറയണ വാക്കെന്താണെന്നറിയാമോ? അനോയിൻറ്റിങ് എന്ന് പറയും, പക്ഷേ ചില സമയത്ത് വിശ്രമമെന്ന് പറയും. വിശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രമമില്ലാത്ത അവസ്ഥ. ഇസ്രയേൽ, നീ എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കത്തില്ലെന്നൊക്കെ പറയത്തില്ലേ? അപ്പം ദൈവം നൽകുന്ന സകല സാഹചര്യങ്ങളെ ദൈവസ്നേഹത്തോടെ, പ്രത്യാശയോടെ, അതുപോലെ തന്നെ സമർപ്പണത്തോടെ, ദൈവിക പുണ്യങ്ങളോടുകൂടി തന്നെ നമ്മൾ അതിനെ സമീപിച്ച് കഴിയുമ്പോഴാണ് ഈ വിശ്രമം ഉണ്ടാകുന്നത്. സമർപ്പണം കഴിഞ്ഞാണ് വിശ്രമം. ശ്രമമില്ലാത്ത അവസ്ഥ എന്ന് വെച്ചാൽ അവിടെ ദൈവകൃപ വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കേണ്ട കാര്യമില്ല. അതിന് ദൈവം പറയുന്ന വേറൊരു പേരാണ് വിശ്രമം. ഈ ഇപ്പം ഉദാഹരണത്തിന് എബ്രായർ 4:1 തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. ഇവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞാലേ, അതായത് വിശ്രമം എങ്ങനെ വരണമെന്നറിയാമോ? വിശ്വാസം മുതൽ വിശ്രമം വരെയാണ് ദൈവിക പുണ്യങ്ങളുടെ വളർച്ചാ ഘട്ടങ്ങളെന്ന് പറയുന്നത്. വിശ്വാസം, അത് കഴിഞ്ഞാൽ എന്താണ്? പ്രത്യാശ, പിന്നെ എന്താണ്? ദൈവസ്നേഹം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം ലോഞ്ച് ചെയ്യണത് ഈ ഒരു മോഡിലാണ് ലോഞ്ച് ചെയ്യണത്. പക്ഷേ ചില വിഷയങ്ങൾ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചില കാര്യങ്ങൾ ദൈവം മനഃപൂർവ്വം നമുക്ക് ചെയ്തു തരത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃപയാണ്. ഇപ്പം വിശ്വാസവും പ്രത്യാശ സ്നേഹവും നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സിന് വരെ ഉപയോഗിക്കാം. പക്ഷെ കൃപയിലേക്ക് മാറ്റുമ്പോൾ അത് നമ്മൾക്ക് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല, പ്രത്യാശിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല, സ്നേഹിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തു തന്നെ പറഞ്ഞില്ലേ, അതുകൊണ്ട് സാധ്യമെങ്കിൽ പിതാവേ, ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണമാണ്. അപ്പോഴേ സമർപ്പണം ഇപ്പോൾ കൃപയുടെ വളർച്ചയിലേക്ക് വരുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം കഴിഞ്ഞാൽ പിന്നെ വരണത് സമർപ്പണമാണ്. സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണത്തിൽ വെച്ചാണ് സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥനയുടെ ഫലങ്ങൾ വരണത്. എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്ത് പോലെ ഭൂമിയിൽ ആകണമേ. അത് സമർപ്പണമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം വിശ്വാസം മാറി, പ്രത്യാശ മാറി, സ്നേഹം മാറി, സമർപ്പണത്തിലാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്ലേസ്മെൻറ്റ്, ലാൻഡിങ് നടക്കുന്നത്. ഇനി സമർപ്പണം കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കണത്? പിന്നെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ ആരുൾപ്പെടുത്തരുതെന്നാണ്? ദൈവമാണ് ഉൾപ്പെടുത്തുന്നത്. അതെ, ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ പാപരഹിതരായി ജീവിക്കാൻ വേണ്ട അഭിഷേകം തരാം. അതെങ്ങനെ മനസ്സിലാകുന്നറിയാമോ? അതറിയണമെങ്കിൽ നമ്മൾ ജെറമിയ ഒന്ന് വായിച്ചാൽ മതി. ജെറമിയ 31:2 വായിച്ചേ. കർത്താവ് അരുൾ ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം, ക്ലേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, ക്ലേശങ്ങളെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. അപ്പം എപ്പോഴും ഈ കൃപ കണ്ടെത്തുന്ന എപ്പോഴും വെച്ചാണ്? ക്ലേശങ്ങളെ അതിജീവിച്ച് കഴിഞ്ഞാണ്. അതിജീവിക്കണം എന്തുകൊണ്ടാണ്? അതിജീവിത വിശ്വാസം കൊണ്ടാണ്.
അതിജീവിത വിശ്വാസം കൊണ്ടാണ് ക്ലേശങ്ങളെ നമ്മൾ അതിജീവിക്കുന്നത്. ക്ലേശങ്ങളുണ്ടാവും, പക്ഷേ അതിനെ കൗൺട്രാക്ട് ചെയ്യാനും അതിനെ അതിജീവിക്കാനും നമുക്കെന്താ വേണ്ടത്? കോമൺ ഫെയ്ത്ത് പറ്റത്തില്ല. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് എൻ്റെ 2 സഹോദരങ്ങൾ വന്ന് എന്നെ അവിടെ ധ്യാനത്തെ വിളിക്കാൻ വേണ്ടി. അപ്പോൾ അവർ വന്നപ്പോൾ ഞാനവിടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ഞാനോട് പറഞ്ഞു, ഈ കോമൺ ഫെയ്ത്ത് കൊണ്ട് ആഞ്ഞിലി കൊണ്ട് ഒരു വീഡിയോ വെക്കുമെന്ന് ചോദിച്ചു അവരോട്. ആഞ്ഞിലി കൊണ്ട്. അപ്പോൾ അവർ പറയും വെക്കൂല അച്ഛാ. ഞാൻ പറഞ്ഞാൽ വെള്ളം മാറ്റിയിട്ടല്ലേ വെക്കത്തുള്ളൂ, കാതൽ കൊണ്ടല്ലേ വീഡിയോ വെക്കത്തുള്ളൂ. കാര്യം ആഞ്ഞിലി 1000 കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പക്ഷേ അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം? അതിൻ്റെ വെള്ളമുണ്ട്. വെള്ളം കളഞ്ഞില്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ തന്നെ വെള്ളം ഉച്ചകൂത്താൻ തുടങ്ങും. അപ്പോൾ ആഞ്ഞിലി വെള്ളം വെച്ച് ഒരു വീഡിയോ വെക്കുക ഇല്ല. ഈ കോമൺ ഫെയ്ത്തിൻ്റെ അകത്തൊരു കുഴപ്പമുണ്ട്. നമുക്കുള്ള വിശ്വാസം, പലർക്കുള്ള വിശ്വാസം അതാണ്. അത് ഉച്ചകൂത്താൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഉച്ചകൂത്താൻ തുടങ്ങും. അതിൻ്റെ ബലക്ഷയം ഉണ്ടാകും. കാര്യം ഈ കോമൺ ഫെയ്ത്തിൻ്റെ അകത്ത് വിശ്വാസത്തിൽ അവിശ്വാസം കൂടി ഉണ്ട്. അല്പവിശ്വാസമുണ്ട്. അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അല്പം കാതലും ബാക്കിയെല്ലാം വെള്ളയുമാണെന്നായി പറയണത്. അല്പവിശ്വാസി ഈശോ ചോദിക്കണില്ലേ, സംശയിച്ചത് എന്ത്? അതിപ്പോൾ വിശ്വാസത്തിൻ്റെ കൂടെ തന്നെ ആഞ്ഞിലിയുടെ കൂടെ കാതലുള്ള പോലെ തന്നെ വെള്ളയുണ്ട്. സംശയം ഉണ്ടെന്നർത്ഥം. സംശയത്തിന് വെള്ളയെന്ന് പറയണത്. വെള്ളം കെട്ടി വെച്ച് അറുത്ത് അല്ലെങ്കിൽ വീട് വെക്കുക ഇല്ല, അത് ചൂത്തു എപ്പോഴായാലും. അപ്പം അതുകൊണ്ട് ദൈവം അതൊന്നും എടുക്കത്തില്ല. അല്പവിശ്വാസികളെ ഒന്നും ദൈവം ഒരു കാര്യത്തിൽ എടുക്കത്തില്ല. പിന്നെ എന്താ ചെയ്യണത്? ഉമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്, നിൻ്റെ വിശ്വാസം വലുതാണെന്ന് പറഞ്ഞില്ലേ. വലിയ വിശ്വാസമുണ്ട്, പക്ഷേ കൃപയിലേക്ക് വരണത്. അതുകൊണ്ട് വലിയ വിശ്വാസം കൊണ്ട് വലിയ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തിയെടുക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ കൃപ കിട്ടത്തില്ല. കൃപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെറമ്യാ പദ്ധതി, അതായത് വാളിൻ്റെ ക്ലേശങ്ങൾ അതിജീവിച്ച ജനം മരുഭൂമിയെ കൃപ കണ്ടെത്തി എന്നാണ് പറയണത്. ഇപ്പം കൃപ കണ്ടെത്തുന്നത് എപ്പോഴും സാധുലമായ പച്ചപ്പുറങ്ങളല്ല, അത് ബ്ലെസ്സിങ്സാണ്. ഇടേനെക്കുറിച്ച് പറയത്തില്ലേ, പച്ചയായ പുൽപ്പുറങ്ങൾ അവിടെ നിന്ന് കിടത്തുന്നു, നിശ്ചലമായ ജലാശയത്തെ കുടിപ്പിക്കുന്നു. ബ്ലെസ്സിങ്സാണ്. ആ സാധനങ്ങളിൽ എപ്പോഴും ബ്ലെസ്സിങ്സാണ് കിട്ടുന്നത്. അപ്പോഴും മരുഭൂമിയിലാണ് കൃപയുള്ളത്. ആ കൃപ ആരായിരിക്കണം? വാളിനെ അതിജീവിച്ച ജനമാണ്. അപ്പം വാളിനെ അതിജീവിച്ചവരാണ് കൃപയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർ എന്താണ്? വാളിനെ അതിജീവിച്ച ജനം മരുഭൂമി കൃപ കണ്ടെത്തി. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? വിശ്രമമാണേ. വിശ്വാസം മുതൽ വിശ്രമം വരെ. ഈ വിശ്രമത്തിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ക്രിസ്തു വിശ്രമിക്കുന്ന കണ്ടില്ലേ? ഐ കമൺ മൈ സ്പിരിറ്റ് എന്നും പറഞ്ഞ് കുരിശിൽ അവൻ വിശ്രമിക്കുകയാണ്. ഇടത്തോട്ട് തലയാഴ്ച സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിൻ്റെ അടുത്ത ഘട്ടമാണ് വിശ്രമം. എന്ന് വെച്ചാൽ ആ വേദന എവിടെയോ വെച്ച് എൻ്റെ പിതാവേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ച സ്ഥലത്ത് വെച്ച് കർത്താവിൻ്റെ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കർത്താവിന് പിതാവുമായിട്ട് കണക്ഷൻസ് കിട്ടി. എൻ്റെ പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇതാണ് വിശ്രമം എന്ന് പറയുന്നത്. വിശ്രമം. ഈ വിശ്രമം എന്ന് വെച്ചാൽ മരണത്തിൻ്റെ വേദനയെ അഭിഷേകമായി ഈശോയ്ക്ക് അഭിഷേകം കിട്ടി. അപ്പായോട്ട് ലൈൻ കണക്റ്റഡായിട്ടാണ് ഇവൻ അടുത്തേക്ക് തല ചായ്ച്ച് ഉറങ്ങണത്, കർത്താവിന് ജീവൻ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടൈമാണ് കൃപയുടെ കഠോര കൃപ. അവൻ്റെ കഠോര കൃപ. മെൽ ഗിബ്സനൊക്കെ ആ സമയത്ത് ഭയങ്കര മഴ പെയ്യിക്കണ കാണാം. അപ്പം അതുപോലെ തന്നെ വിശ്രമം. ഇപ്പോൾ ഓട്ടിസം രോഗികളെന്ന് ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞില്ലേ, അവർക്കും അവരെ സൂക്ഷിക്കുന്നവരും ഒരു ടൈം കഴിയുമ്പോൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ആദ്യകാലങ്ങളിലെ പോലെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് ദൈവസ്നേഹവും സമർപ്പണം കൊണ്ട് നിറഞ്ഞിട്ട് സമർപ്പണത്തിന് അടുത്ത ഘട്ടത്തിൽ ദൈവം ഇങ്ങനൊരു കുഞ്ഞിനെ തന്നതിന് ഞാൻ നന്ദി പറയുന്നു, ഞാൻ അങ്ങയുടെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്, എന്താ കൃപയിൽ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാത്തിനും എൻ്റെ ദൈവവേദന അഭിഷേകമുണ്ട്. നിങ്ങൾ ഈ കല്യാണം കഴിച്ചിട്ട് പിരിയണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. കാരണം ഒന്നാമത്തെ ലോകത്താന്മാരെ പിരിയത്തുള്ളൂ, ചെടിയ കോമാളികൾ മാത്രമേ പിരിയത്തുള്ളൂ, അല്ലാത്തൊരു പിരിയത്തില്ല. കാര്യം അവർക്ക് ആത്മജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ചെന്നായും പുള്ളിപ്പുലിയാനും പശുവിൻ്റെ കൂടെ താമസിക്കും, പശു ചെന്നായ്ക്കളോട് താമസിക്കും. അഭിഷേകത്തിൻ്റെ വിശ്രമത്തിൻ്റെ വലിയ കാലമാണത്. അത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ദൈവത്തിന് മാറരുത്. ശരിക്കും
എന്ത് ക്ലേശം ഉണ്ടായാലും ദൈവത്തെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ പേരിൽ ഒരു കളങ്കമായ വാക്ക് പോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഞാൻ നാളെ പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും എന്നെ കൃപാസനമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് സിമി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വരുന്നത് അബുദാബിയിൽ നിന്നാണ്. ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. ഞാൻ ഇന്ന് രാവിലെ 5 മണിക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങിയത്, 4:40. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടാണ് ഡയറക്റ്റ് വന്നത്. ഇത്ര നേരമായിട്ട് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ കൃപാസനം എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ അവിടെ ഇരുന്ന് യൂട്യൂബിനകത്തൊക്കെ ഇങ്ങനെ എല്ലാം വചനം കാണും, സാക്ഷ്യം കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും, ദൈവമേ എനിക്കിവിടെ ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറയാൻ പറ്റണമേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയതിനെ ഓർത്ത് 1000 നന്ദി പറയുകയാണ് ദൈവത്തിന്. ആദ്യമായിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ഭർത്താവ്, എനിക്ക് 2 കുട്ടികളുണ്ട്. എൻ്റെ ഭർത്താവ് IT ഓഫീസറായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഇങ്ങനെ ഒരു സുപ്പീരിയർ ഹെഡ്, അദ്ദേഹത്തിൻ്റെ ഹെഡ് എപ്പോഴും ഭയങ്കര ടോർച്ചറിങ് ആണ് അദ്ദേഹത്തെ. അപ്പം എപ്പോഴും വന്നിരുന്ന് വീട്ടിൽ വന്നിരുന്ന് കരച്ചില്ല. പെണ്ണുങ്ങൾ വന്നിരുന്ന് കരയുന്ന പോലെ കരയുന്നത്, കാരണം ഞാനിങ്ങനെ ആണുങ്ങൾ കരയുന്നത് കണ്ടിട്ടില്ല. അതുപോലെ വന്നിരുന്ന് കരച്ചില്ല വീട്ടിൽ. അപ്പം ഞാനിപ്പം എന്നാ ചെയ്യാൻ പറ്റും, ഞാൻ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ലാതെ, പുള്ളി ഒരു ഈജിപ്ഷ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ ഇരുന്ന് ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും പുള്ളിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പള്ളിയിൽ, അബുദാബി പള്ളിയിൽ ഒരു ധ്യാനം നടക്കുകയാണ്. അപ്പം ചേച്ചി ബിന്നി എന്ന് പറഞ്ഞ ചേച്ചി എന്നോട് വന്നിട്ട് പറയാണ്, ഇങ്ങനെ മോളെ ഞാൻ അവിടെ ഇങ്ങനെ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പം 2023 നടക്കുന്നത്. അപ്പം അവിടെ പ്രാർത്ഥിച്ചു, എനിക്ക് രോഗസൗഖ്യം കിട്ടി. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയതായിരുന്നു. കൊണ്ടുപോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ മാതാവിൻ്റെ കാശുരവും കൈ മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ട് പോയെന്ന് പറയുന്നു. കാരണം സർജറി വേണ്ട എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ റൂമിൽ നിന്ന് OT മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അത്രയ്ക്കും വിശ്വാസം ആ ചേച്ചിക്ക്. എന്നോട് വന്ന് ആ ചേച്ചി പറയുകയാണ്, എന്നോട് വന്ന് പറയുന്നു. അപ്പം ഞാനിങ്ങനെ വിഷമിച്ച് ഇരിക്കുകയാണ്. പക്ഷേ എന്നോട് വന്ന് പറയുകയാണ്, ഇങ്ങനെ മോളിങ്ങനെ കാര്യങ്ങളുണ്ട്, രോഗസൗഖ്യം വന്ന് എന്നോട് വന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ചേച്ചി എനിക്കിവിടെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെയാണ് ഞാൻ പോകുന്നത്? ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിന് ഒക്കെ നാട്ടിലോട്ട് ഇത് എടുക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ശരി, ഞാനെന്താ പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുക്കാം. ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങിയതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്തു. പക്ഷെ ആരും വിശ്വസിക്കത്തില്ല, 2 ദിവസം കൊണ്ട് എൻ്റെ ഭർത്താവിന് പറഞ്ഞാൽ ഹൈ പ്രൊഫൈലായിരുന്നു. ഈ CV-ക്കകത്ത് കാണിക്കുന്നതെല്ലാം ബയോഡേറ്റ എവിടെ കൊടുത്താലും പറയും ഹൈ പ്രൊഫൈൽ, ജോലി കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ 2 ദിവസം കൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി ഞാനപ്പോൾ എടുത്തു. ഞാൻ ചേച്ചി പറഞ്ഞ പ്രകാരം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ 2 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ജോലിക്കും ഇൻ്റർവ്യൂവിന് ആദ്യം വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ജോലിയും കിട്ടി. ഇപ്പം 1 വർഷത്തോളം അദ്ദേഹത്തിന് ജോലിയായിട്ട്. പിന്നീട് ഞാൻ മാധവനോട് ഇങ്ങനെ പറഞ്ഞിട്ട്, ഞാനൊരു നേഴ്സാണ്, പക്ഷേ 13 വർഷമായിട്ട് എനിക്ക് ജോലിയൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. അപ്പം ഞാൻ മൂത്ത ആൾക്ക് 10 മാസം ഉള്ളപ്പോൾ എനിക്ക് ജോലി കിട്ടി. അപ്പം ജോലി കിട്ടിയെങ്കിൽ ഞാൻ പോയില്ല. കാരണം എൻ്റെ പിള്ളേരെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാമെന്നുള്ളതൊരു, ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ജോലിക്കാരെ നിർത്തുവോ, അവിടെ ഫിലിപ്പിനേഴ്സാണ് കൂടുതൽ, ഫിലിപ്പിനേഴ്സിനെ വീട്ടിൽ നിർത്തുവോ, അതുമല്ലെങ്കിൽ ഇപ്പം പേരൻസിൻ്റെ, ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ പപ്പായുടെയോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ആരെങ്കിലും വീട്ടിൽ നിന്ന് വന്ന് നിൽക്കാം. പക്ഷെ അവർക്ക് ആർക്കും വന്ന് നിൽക്കാൻ വേണ്ടി സാഹചര്യമില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ പിള്ളേരെ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചെയ്തത്. ഞാനിന്നിപ്പം ജോലി വേണ്ട എന്ന് 10 മാസമായപ്പോൾ ജോലി കിട്ടിയെങ്കിൽ ഞാൻ ജോലിക്ക് പോകാതെ ഞാൻ ഇരുന്നു. അതിനുശേഷം എനിക്ക് DHAയുടെ, ഇപ്പം ഞാൻ അച്ഛനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ വേണം എഴുതാൻ, അത് എഴുതിയാലേ നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങൾ. അപ്പം ഞാൻ നോക്കിയിട്ട് ഈ DHAയുടെ ലൈസൻസ് എന്ന് പറയുന്നത് എനിക്ക് നടക്കാത്ത കാര്യമാണ്. കാരണം ആദ്യം ഞാനൊന്ന് ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബി ഹാദിൻ്റെ എക്സാം എഴുതിയത് അബുദാബിയിൽ. അപ്പം ഞാൻ തോറ്റുപോയി. അപ്പം എനിക്ക് മനസ്സിലായി, അന്നേരം എനിക്ക് കുറച്ചെങ്കിലും തിയറി അറിയാമായിരുന്നു നേഴ്സിങ്ങിൻ്റെ. ഇതിപ്പോൾ കുറേ വർഷമായിട്ട് എനിക്ക് തിയറി ഒരു കുന്തവും അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കിട്ടത്തില്ല,
എന്നുള്ള കാര്യം. എങ്കിലും ഞാൻ ചുമ്മാ അച്ഛൻ പറഞ്ഞ പ്രകാരം ഞാൻ എഴുതി. പക്ഷെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു കേട്ടോ. 2 മാസം കിട്ടി. ആ 2 മാസം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചെങ്കിലും പക്ഷേ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ എക്സാമിന് പോയിരുന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നുമല്ല എന്ന്. കാരണം ഞാൻ പഠിച്ചതൊന്നുമല്ല വന്നിരിക്കുന്നത്. ആ സിസ്റ്റത്തിലുള്ളതെന്ന് പറയാൻ ഞാൻ പഠിച്ചതൊന്നുമേ വന്നിട്ടില്ല. 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നേർച്ച വസ്തുക്കളുടെ എല്ലാവരും പറയുന്നേക്കാം നമുക്കിങ്ങനെ ഉപ്പ് കൊണ്ടുപോകണം, ഉപ്പ് കൊണ്ടുപോയി പിന്നെ തൈലം പൂശുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉപ്പ് കൊണ്ടുപോയി. പക്ഷേ ടിഷ്യൂവിനകത്ത് ഞാൻ ഉപ്പൊക്കെ ആയിട്ട് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെന്നോട് പറയുക ഫുൾ ടെസ്റ്റിങ്. എന്നിട്ട് പറഞ്ഞു ആ ഉപ്പൊക്കെ മാറ്റിക്കളേ. പക്ഷേ ഞാൻ എൻ്റെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത ആളാണ്. അപ്പം കാശുരൂപം അമ്മയുടെ അതല്ലാതെ ഒരു ഉടമ്പടി എടുത്തതിൻ്റെ മറ്റേ കാശുരൂപം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ കാശുരൂപം എൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് ഒരു പിൻ ചെയ്ത് കുത്തിയിട്ടു. പക്ഷെ അത് എന്തുകൊണ്ട് അവരെങ്ങനെ നോക്കിയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ഇങ്ങനെ അവർ നോക്കും. ഈ എയർപോർട്ടിലൊക്കെ നോക്കുന്നതല്ല, ഫുൾ ബോഡി ചെക്കപ്പ് എക്സാമിൻ്റെ എഴുതുമ്പോഴത്തേക്ക്. പിന്നെ പക്ഷെ ഞാൻ ഈ കയ്യിൽ എണ്ണ ഉണ്ടായിരുന്നു. അത് ഞാൻ ആ സിസ്റ്റത്തിൽ ഇങ്ങനെ കുരിശ് വരച്ചിട്ടാണ് ഞാൻ കയറിയത്. പക്ഷേ എനിക്കറിയാം അത് മാതാവിൻ്റെ, കാരണം ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ തോറ്റു പോകുന്നത്. കാരണം എനിക്കറിയാം, കാരണം ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇരുന്ന് കരയാൻ തന്നെ 2 കണ്ണിൽ കൂടെ അങ്ങ് കണ്ണുനീര് വരും. ഞാൻ ദൈവമേ ഇങ്ങനെ ആയല്ലോ. ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഹസ്ബൻഡിനെ കൊണ്ട് കുറേ പൈസ ചിലവാക്കിച്ചു, ഇനിയും പൈസ ചിലവാക്കിക്കുകയാണല്ലോ എന്നുള്ള വിഷമത്തില്ല. ഇതിനിടയ്ക്ക് ഞാൻ വേറെ കുറേ പഠിച്ചായിരുന്നു, അതൊക്കെ പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതാണ് വിഷമം. ഒന്നാമത്തെ കാര്യം അതാണ് എനിക്ക് വിഷമം. അങ്ങനെ ഇരുന്ന് പക്ഷേ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എപ്പോൾ തോറ്റു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ 150 ക്വസ്റ്റ്യൻസും ഹാഫ് ആൻ അവർ മുൻപേ, എക്സാമിൻ്റെ ഹാഫ് ആൻ അവർ മുൻപേ ഞാൻ പൂർത്തിയാക്കിയിട്ട് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഇറങ്ങിയപ്പോഴും വെളി ഹസ്ബൻഡും പിള്ളേരും നിൽപ്പുണ്ട്. അപ്പം ഞാൻ പറയാണ് ഞാൻ തോറ്റു പോകും കേട്ടോ, എനിക്ക് ഒന്നും കിട്ടത്തില്ല. കാരണം ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 150 ക്വസ്റ്റ്യൻസിൽ 10 എണ്ണം ഞാൻ ചുമ്മാ എഴുതി. പക്ഷേ ബാക്കി ക്വസ്റ്റ്യൻ ഞാൻ മാതാവിൻ്റെ ആ കാശിനും കൈ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എഴുതിയത്. എനിക്ക് ഉറപ്പാണ് മാതാവ് എൻ്റെ കൂടെ വന്നിരുന്ന് എന്നെ എഴുതിപ്പിച്ചതാണെന്നറിയാം. റിസൾട്ട് പിറ്റേ ദിവസം എൻ്റെ ബർത്ത്ഡേ വരുന്നത് മാർച്ച് 12-നാണ്. അപ്പോൾ മാർച്ച് 11-നാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് ഒന്ന് തരാമോ, എനിക്കൊരു ഗിഫ്റ്റ്. എല്ലാവരും പറയും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, മാതാവ് എനിക്ക് ഒന്ന് ഗിഫ്റ്റായിട്ട് തരാമോ എന്നൊക്കെ എനിക്കും ചോദിച്ചു മാതാവിനോട്. എനിക്കറിയത്തില്ല. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഞാൻ DHAയുടെ എക്സാം പാസ്സായി. ഞാൻ DHA ഹോൾഡറായി അവിടുത്തെ. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. കാരണം ഹസ്ബൻഡ് ജോലി കിട്ടി തരും മറക്കാനായിട്ട് എനിക്ക് കിടക്കും. രണ്ടാമത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഈ DHAയുടെ എക്സാം പാസ്സാകുന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് കുറച്ച് അഹങ്കാരം വന്നതെന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർത്തു എക്സാം പാസ്സായി ലൈസൻസൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എനിക്കിനി ജോലി പെട്ടെന്ന് കിട്ടുമെന്ന് ഓർത്ത് ഞാൻ അവിടെയുള്ള ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും എല്ലാം കൊണ്ട് കൊടുത്തു. പക്ഷേ 2 മാസം 4 മാസം 6 മാസം ആയിട്ട് ഒരു ജോലിയോട് വരാൻ എനിക്കില്ല. ഇൻ്റർവ്യൂ ഒക്കെ അങ്ങും ഇങ്ങൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഇൻ്റർവ്യൂവിന് പോകും ഫെയിലാവും. അപ്പം എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ട് ഇപ്പം ഞാനിങ്ങനെ ഭയങ്കര ഒരു ഡിപ്രസീവ് മൂഡാണ്. വീട്ടിൽ വന്നിരുന്ന് പിള്ളേരോടെല്ലാം ഭയങ്കര ദേഷ്യം, ഹസ്ബൻഡിനോട് ദേഷ്യം. ഹസ്ബൻഡ് പറയും ദൈവമേ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തൊരു മൂകത, ഇവിടെ ശ്മശാന മൂകതയാണ്. കാരണം ഞാൻ അതുപോലെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം ഒരിടത്തൊന്നും ജോലിയും കിട്ടുന്നില്ല. ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഒരു ഇരിക്കുമെന്നോർത്ത് വിഷമമായി എനിക്ക് ചെസ്റ്റ് പെയിൻ വന്നു. കാരണം അപ്പം അവർക്ക് തന്നെ അത്ഭുതം, ഡോക്ടേഴ്സിന് ഇത്ര വയസ്സിൽ ചെസ്റ്റ് പെയിൻ വരുന്നു. കാരണം ചെസ്റ്റ് പെയിൻ വന്നിട്ട് എന്നെ അവർ ഹോസ്പിറ്റലിൽ കയറ്റി. അപ്പം ഹോസ്പിറ്റലിൽ കയറുന്നതിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് ഔട്ട് ഓഫ് കൺട്രി, അവിടെ ഇല്ല. അപ്പം ഞാൻ എൻ്റെ പിള്ളേർ മാത്രമേ ഉള്ളൂ. എൻ്റെ മൂത്ത കുഞ്ഞിനെ ഞാനിപ്പോൾ സ്കൂളിൽ വിട്ടു. രണ്ടാമത്തെ ആളെ അവൻ 1-ലാണ് പഠിക്കുന്നത്. 1-ാം ക്ലാസ് ആണെങ്കിലും ബസ് വന്നിട്ട് ഞാൻ ഈ ചെസ്റ്റ് പെയിനും വെച്ചുകൊണ്ട് ഞാൻ അവനെ ബസ് കയറ്റി വിടാൻ പോകും, വേറെ ആരും ഇല്ല. അപ്പോൾ അവൻ ബസ് കയറ്റി വിട്ടിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇതുപോലെ ചെസ്റ്റ് പെയിൻ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു സിമി നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്നത്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്, കുറച്ച് കടന്നാൽ മതി അങ്ങ് പൊക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ എന്നെ പിന്നെയും വിളിച്ച് പറയാണ് സിമി നീ പോ, എന്തൊരു കഷ്ടമാണ്. ഹസ്ബൻഡ് വരാൻ പറ്റുന്ന സ്റ്റേജില്ല, കാരണം ഔട്ട് ഓഫ് കൺട്രി, നമ്മുടെ ഇവിടെ ഇല്ല, അതൊരു ഈ ഓഫീസിലെ ആവശ്യത്തിന് പോയതാണ്. അങ്ങനെയായി എന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് വഴക്ക് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എമർജൻസി കയറ്റുക എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് മാത്രമായിട്ടാണ് ചെല്ലുന്നത്. കാരണം ഞാനൊരു IC സ്റ്റാഫാണ്. അപ്പോൾ എനിക്കറിയാം ഈ കാർഡിയോളജി പ്രോബ്ലം എങ്ങനെയൊക്കെ ആകുമെന്ന്.
അവർ വന്ന് പറഞ്ഞു എക്കോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു എക്കോയോ, ഇതിപ്പോൾ ശരി ഓക്കെ ഞാൻ അപ്പോൾ എനിക്ക് എന്നാൽ എക്കോ എടുത്തോട്ടെ, അറിയുകയും ചെയ്യുമല്ലോ. എക്കോ ചെയ്യുന്ന കഴിഞ്ഞാൽ അവർ പറഞ്ഞു അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഉടനെ അവർ പറഞ്ഞു ഇനി ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു ഞാനപ്പോൾ ഓർക്കും ദൈവമേ ഈ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ എൻ്റെ വിചാരം മുഴുവൻ കുറച്ചുകൂടി പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ആൻജിയോഗ്രാം ചെയ്യുന്നത് എന്നൊക്കെയാണ്. ഞാൻ അത്ര ഓർക്കുന്നില്ല ആൻജിയോഗ്രാമിനെ കുറിച്ച് അത്ര. അത് കേട്ടോ എക്കോയ്ക്ക് വലിയ വിഷമമില്ല, പക്ഷേ ആൻജിയോഗ്രാം നല്ല വിഷമമായി. എങ്ങനെ ഞാൻ ആദ്യം ഓർത്തിന് കുഞ്ഞുങ്ങളെയാണ്, വേറെ ആരുമല്ല, എൻ്റെ പിള്ളേരെയാണ് ഓർത്ത്. ഞാൻ കരയാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ ആൻജിയോഗ്രാമിൻ്റെ കാര്യം കേട്ടപ്പോഴത്തേക്ക് അപ്പോഴാണ് ഞാനവിടെ ബെഡിലേ കിടക്കുക ഹോസ്പിറ്റലിൽ. ആരുമില്ല എൻ്റെ കൂടെ, ഒരു മനുഷ്യരില്ല, എൻ്റെ പേരൻസ് ഇല്ല, ഹസ്ബൻഡില്ല, എൻ്റെ മക്കളില്ല, ആരുമില്ല. അപ്പം മാതാവ് മാത്രമല്ല എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് പറയുന്ന പോലെ എന്നോട് വിഷമിക്കേണ്ട. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പള്ളിയിലെ ചേച്ചി എന്നെ വിളിക്കുകയാണ്. സിമി ഒക്ടോബറിലാണ് ഞാൻ അഡ്മിറ്റ് ആകുന്നത്. അപ്പം പറഞ്ഞു സിമി നമ്മുടെ മാതാവിൻ്റെ ജപമാല റാലിയുണ്ട്, ഇവിടെ നമുക്ക് കൂടാൻ പറ്റാത്ത കാരണം അബുദാബി പള്ളിയിൽ ചെറിയൊരു റാലി പോലെ ഉണ്ട്, നീ ഇതിൽ പങ്കെടുക്കാൻ വരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി ഞാനിവിടെ അഡ്മിറ്റാണ്. അപ്പം എന്നോട് ചോദിക്കുകയാണ് ഞാൻ വരണോ? ആരുമില്ല, ഞാൻ വരാം കേട്ടോ, ഞാൻ വരാം, ഞാൻ ഇപ്പോൾ വരാം, നീ എവിടെ കിടക്കുന്നത്? ഞാൻ പറഞ്ഞു ചേച്ചി വരണ്ട, കാര്യങ്ങൾ എടുത്തൊന്നുമില്ല, അങ്ങനെ വന്നാലും കാര്യമില്ല. പക്ഷേ എന്നോട് അന്നേരം തന്നെ ചേച്ചി പറഞ്ഞു നീ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എക്കോ നോർമൽ, ആൻജിയോഗ്രാം നോർമൽ. എൻ്റെ ദൈവം തന്നെ അത് ഭയങ്കര ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. എനിക്ക് ഓർക്കാൻ കൂടി പറ്റിയ തരത്തിലൊരു കാര്യമാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ ജോലിയുടെ കാര്യം വിട്ടു. കാരണം മനസ്സ് വിഷമിച്ച് എപ്പോഴും ഈ ജോലി ഊണിൽ ഓർക്കത്തില്ല, എപ്പോഴും ജോലി പ്രതീക്ഷിച്ച് പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി ഈ ജോലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, എൻ്റെ ജീവിതമാണ് പോകുന്നതെന്ന് പിടികിട്ടി. ഞാനിപ്പോൾ പിന്നെ ജോലിയെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. അപ്പോഴാണ് എന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുക, ഓൺലൈൻ ഇൻ്റർവ്യൂ, ഗൂഗിൾ മീറ്റ് വഴി ഒരാൾ വിളിക്കുകയാണ്. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അന്ന് വരെ ഞാൻ ചാടി വീഴുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ശരി ഞാൻ അറ്റൻഡ് ചെയ്യാം. ഉടനെ അവർ ഇൻ്റർവ്യൂവിന് ഡേറ്റ് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ലേഡിയാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഇൻ്റർവ്യൂ എടുത്തപ്പം എന്തൊക്കെയോ അവർ പറഞ്ഞു, ഞാനും എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാകുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയേ ഇല്ല. പക്ഷെ പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിക്കുകയാണ്, സിമി യു ആർ സെലക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാസ്സായോ? കാരണം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, എങ്ങനെ ഞാൻ പാസ്സായെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം അവർ പറയുകയാണ് പ്രോസസ്സിങ് എല്ലാം ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു. ഞാൻ പറഞ്ഞാൽ ശരി, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, കാരണം എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ഈ ജോലിക്ക് പോകുന്ന കാര്യത്തിന്. അങ്ങനെയായി. പിന്നെ അവർ തന്നെ ഇങ്ങോട്ട് ദൈവം മുൻകൈ എടുത്തതുപോലെയാണ് ഇങ്ങോട്ട് തന്നെ പറയുകയാണ് സിമി അടുത്ത ആഴ്ച നിൻ്റെ റെഫറൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ റെഫറൻസ് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫിൻ്റെയും ഒരു ഡോക്ടറിൻ്റെയും റെഫറൻസ് വേണം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള സ്റ്റാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ആരുടെയും നമ്പറില്ല. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാവരും ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലാണ് മിക്കവരും, പിന്നെ കുറച്ച് പേരെല്ലാം മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആരുടെയും ഫോൺ നമ്പരൊന്നും അറിയത്തില്ല. ഞാനപ്പോൾ ആരുടെ ഫോൺ നമ്പർ കൊടുക്കാനില്ല, ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ ഓർക്കുകയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അബുദാബി തന്നെയുണ്ട്. ഞാനിപ്പോൾ അവളവിടെ ഒരു SSMC എന്ന് പറയും, അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അവിടെ വർക്ക് ചെയ്യുന്നത്. ഉടനെ തന്നെ ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു. അവൾ പറഞ്ഞു ഞാനിപ്പോൾ തന്നെ അയച്ചേക്കാമെന്ന് പറഞ്ഞു. അവളൊരു റെഫറൻസ് കൊടുത്തു. പിന്നെ ഒരു ഡോക്ടറും റെഫറൻസ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടായിരുന്ന ഡോക്ടർ, ആ ഡോക്ടറിന് റെഫറൻസ് കൊടുത്തു. അപ്പോൾ റെഫറൻസ് ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ തടസ്സങ്ങളായി ഈ ജോലിക്ക്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഈ ജോലി തന്നാൽ മതി, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തിയേക്കെ, എനിക്ക് കുഴപ്പമില്ല, എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ ലൈസൻസ് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ദുബായ് DHA ആണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ ലൈസൻസ് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൺവേർട്ട് എങ്ങനെ ചെയ്യുന്നത്? അവർ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പണ്ട് ഇതൊരു ഹാദിൻ്റെ, അതായത് ഹെൽത്ത് അതോറിറ്റി ഓഫ് അബുദാബി എന്ന് പറയുന്ന ഒരു ലൈസൻസായിട്ട് ഇത് ലിങ്ക് ചെയ്ത് കിടക്കുക. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഇതിൻ്റെ നമ്പറാണ് വരുന്നത്. എൻ്റെ ഈ DHA നമ്പർ
വരുന്നേ ഇല്ല. അവർക്കപ്പോൾ 2 മാസത്തോളം അവർ പുറകെ നടന്ന് അവിടുത്തെ HR ഓഫീസർ ഇങ്ങനെ പുറകെ നടന്ന് നോക്കുക. പക്ഷെ അത് ശരിയാകുന്നില്ല. പിന്നെ പുള്ളി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, എന്നാൽ ശരി ഞാൻ വേറൊരു മാർഗം വഴി നോക്കാം. പുള്ളിയും വളരെ കാമായിട്ട് ഞാൻ ഓർക്ക് ഈ 2 മാസം എന്നൊക്കെ പറയാം, നമുക്കാണെങ്കിലും ദേഷ്യം വരും. ഒരാളുടെ തന്നെ പുറകെ ഇപ്പം ഞാൻ മാത്രമുള്ളൂ ജോലിക്ക്, എത്രയോ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം എന്നെ തന്നെ മതി അവർക്ക് ജോലിക്ക്, വേറെ ആൾക്കാരെ കിട്ടും അവർക്ക്. പക്ഷെ അതൊന്നുമല്ല, ദൈവം തീരുമാനിച്ചതുപോലെയാണ്. അപ്പോൾ എന്നോട് പറയുകയാണ് വളരെ കാമായിട്ട്, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല സിമി, കുഴപ്പമില്ല, സമയം എടുത്തോ. അപ്പം ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു ഞാൻ വേറെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അത് വലിയ പണിയാണ്. കാരണം അത് നാട്ടിലാണ്, ഞാൻ അബുദാബിയിൽ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, ഞാൻ നാട്ടിലാണ് പഠിച്ചത്. അപ്പം നാട്ടിൽ നിന്നുള്ള ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റാണ് വേണ്ടിയത്. അപ്പോൾ നാട്ടിൽ നിന്നുള്ള ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് BSc പഠിക്കാൻ വേണ്ടി ഞാൻ കർണാടക യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ അത് കിട്ടാൻ ഒരു മാർഗ്ഗവും ഇല്ല. അപ്പം എങ്ങനെ കിട്ടും? ഒരു മാർഗ്ഗമില്ല. ഞാനോർത്ത് എൻ്റെ ദൈവമേ എന്നാ ചെയ്യും, ഇത്രയും എനിക്ക് എങ്ങനെയാണല്ലോ എല്ലാം വരുന്ന അവസാനം വന്നിട്ട് അങ്ങ് പോകും. അപ്പം ഞാൻ ഇനി എന്തേലും വരട്ടെ എന്ന് ഓർത്തു. പക്ഷേ അവരെന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു ആ യൂണിവേഴ്സിറ്റിയിലോട്ട്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്ന് കിട്ടണമായിരുന്നു, എനിക്കൊരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഉടനെ അവർ പറയുക, അതിപ്പോൾ വിഷു ഈസ്റ്ററൊക്കെ അവിടെയൊക്കെ ഹോളിഡേ ഒക്കെയാണ്, ഭയങ്കര അവധിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഒന്നും പെട്ടെന്നൊന്നും കിട്ടത്തില്ല. എങ്ങനെയാണല്ലോ ഒരു 17 ദിവസം 20 ദിവസം അത് മിനിമമാണ് പറഞ്ഞത്, എങ്ങനെയാണല്ലോ ഒരു 1 മന്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 1 മന്തോ, ശരി ഒന്നും പറഞ്ഞപ്പോൾ ഞാനും ചോദിച്ചു. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് വെറും 3 ദിവസം കൊണ്ടാണ് എനിക്ക് എന്നെ കൈ കിട്ടുന്നത്. 3 ദിവസം കൊണ്ട് കിട്ടി. 1 മാസം അവർ പറഞ്ഞത് 3 ദിവസം കൊണ്ട് കിട്ടി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ദേ കിടക്കുന്നു എൻ്റെ അതിൽ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് രജിസ്റ്റേർഡ് ചെയ്ത് ഞാൻ 2025 പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. 2025 എൻ്റെ എക്സ്പയർഡ് ആയിപ്പോയി. അപ്പോൾ അത് എക്സ്പയർഡ് ആയിപ്പോയി റിന്യൂ ചെയ്യണമെങ്കിൽ 1.5 മാസം, ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ 1.5 മാസം. ഇതെല്ലാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, കൊള്ളാം, ഇത്രയും മാസങ്ങൾ ഇനിയും കിടക്കുന്നു, അപ്പോൾ അത് പോയത് തന്നെ എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അവിടെ ഈ എൻ്റെ ഫാദറും അതുപോലെ തന്നെ എൻ്റെ ബ്രദറും കൂടെ ട്രിവാൻഡ്രത്ത് ഓഫീസിൽ ഡയറക്റ്റ് ചെന്നിട്ട് അവർ പറഞ്ഞു, ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഇങ്ങനെ കൊച്ചിനൊരു ജോലിക്ക് വേണ്ടി അവൾ നോക്കുന്നത്, അപ്പം നിങ്ങൾ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് എനിക്കറിയാം. ഈ 3 മാസം ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിനും രജിസ്ട്രേഷനും പറഞ്ഞിരുന്ന ആ സർട്ടിഫിക്കറ്റ് വെറും 1 ആഴ്ച കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് അപ്പം 1 ആഴ്ച എടുത്തുള്ളൂ. ഞാൻ ഈ 1 ആഴ്ച കൊണ്ട് ഇത് സബ്മിറ്റ് ചെയ്തു. ഇപ്പം എനിക്ക് ഓഫർ ലെറ്റർ അവിടുന്ന് വന്നു. എൻ്റെ ദൈവം എനിക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു, ഒത്തിരിയേറെ നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളും ഹസ്ബൻഡൊക്കെ എവിടെയാണ്, ഞാൻ തന്നെയാണ് വന്നത്. അപ്പം എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ഒരിതിലാണ് ഞാൻ വന്നത് ഇങ്ങോട്ട്. ദൈവം എനിക്ക് അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ അവിടെ ഒത്തിരി നമുക്ക് അബുദാബിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഓർക്കും, അബുദാബി ഗൾഫിലല്ലേ കാശുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ ഓർക്കും. പക്ഷേ അങ്ങനെയല്ല, ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യം. കാരണം ഞാൻ മാളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒത്തിരിയേറെ ക്ലീനേഴ്സ്, വണ്ടി കഴുകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി റോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഒരു വെയിൽ, ഇവിടുത്തെ വെയിലിൽ നിന്ന് അതിനേക്കാളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വെയിലിൽ നിന്നുകൊണ്ട് ഈ ആൾക്കാർ കഷ്ടപ്പെട്ട് നിന്നാണ് പണിയെടുക്കുന്നത്. അപ്പം ഞാൻ എപ്പം മാളിൽ പോയാലും, കാരണം ഞാൻ മിക്കപ്പോഴും മാളിൽ സാധനങ്ങളൊക്കെ എപ്പോഴും വാങ്ങിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ആ മാളിൽ പോകുമ്പോൾ ഞാൻ ജ്യൂസ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്ക്, കാരണം നമുക്ക് ഇവിടുത്തെ പല അനാഥാലയങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഫാഷൻ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കും, അതൊന്നും ഇല്ല. അപ്പം ഞാൻ എടുക്കും ഇങ്ങനത്തെ ഒരു പ്രവൃത്തി. കാരണം എൻ്റെ ഹസ്ബൻഡാണിത് പറഞ്ഞത്, എന്നോട് പറഞ്ഞു ഇനി ഒത്തിരിയേറെ ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ട്, ഹസ്ബൻഡ് അറിയാം. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഇവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവരോട് പറയുമ്പം ഇന്നാന്ന് പറഞ്ഞല്ല പോകുന്നത്, ജ്യൂസ് കൊടുത്തടാ എന്നാ ജ്യൂസ് എന്ന് പറഞ്ഞല്ല പോകുന്നത്. അവിടെ കൊടുക്കുമ്പോൾ ഞാൻ പറയും ഗോഡ് ബ്ലെസ് യു ബ്രദർ എന്ന് പറയും. അപ്പോൾ അവർക്കൊരു ചിരിയുണ്ട്. എന്ത് ഇതെന്നറിയാം, അന്നേരം അവരുടെ ആ മനസ്സിൻ്റെ ആ വിഷമമാണ് അവൻ്റെ ആ ഇതിൽ കാണിക്കുന്നത്. പിന്നെ എനിക്ക് ഞാൻ പത്രം, കൃപാസിൻ്റെ പത്രമൊക്കെ എനിക്ക് അവിടെ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളായിരുന്നു, ഈ കിട്ടത്തുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, ആ ചേച്ചി അബുദാബിലുള്ള ഞാൻ പറഞ്ഞ ആ ചേച്ചി എന്തോ എനിക്കൊന്ന് ഇവിടുന്ന് ഏജൻറ്റ് എങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നു, കുറേ പത്രം ആ ചേച്ചി എപ്പോഴും എല്ലാ മാസം കൊണ്ടുവരും. അപ്പോൾ ആ പത്രം എന്നെ വിളിച്ചിട്ട് ഞാനത്
അർഹതപ്പെട്ടവർക്ക് എല്ലാം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് എൻ്റെ വീട്. അപ്പം ഞാൻ ഈ ചങ്ങനാശ്ശേരി ചന്ത ആ ഭാഗത്ത് പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാം ഈ പത്രം നടന്ന് കൊടുത്തു. അപ്പം ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുണ്ട് എൻ്റെ കൂടെ, അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു പത്രം ഇങ്ങ് തന്നേക്കെ, കാരണം കൊച്ചിനെയും കൊണ്ട് വെയിലത്ത് നടക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വാങ്ങിക്കുന്ന എന്നോട് പറയാം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ചേട്ടാ, അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ കൊച്ചിന് ഒരു ഇതായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ കൊണ്ടുവന്ന് എനിക്ക് പത്രം കൊടുക്കുന്നത്, അല്ലാതെ എനിക്ക് വെയിലൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ സാക്ഷ്യം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് കുമ്പസാരിക്കാൻ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ കുർബാന കാണാറുണ്ട്. പിന്നെ എനിക്കറിയില്ല, ബാക്കി എൻ്റെ ദൈവത്തിന് ഒത്തിരി 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 നന്ദി. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവേൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വചനമാണ്. ദൈവം നമുക്ക് ആവശ്യമായ അനുഗ്രഹം ശരിയായ സമയത്ത്, അതായത് യഥാസമയത്ത് തന്നെയാണ് നൽകുന്നത്. കർത്താവിൽ സന്തോഷിക്കുവാനും സാഹചര്യങ്ങൾ ഏതു തന്നെയായാലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പ്രതീക്ഷയോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാനുമാണ് ഉടമ്പടി മക്കളെ ഉടമ്പടിയിലൂടെ ദൈവം വിളിക്കുന്നത്. യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം. കൃഷിക്ക് നമുക്ക് ശരിയായ സമയത്ത് മഴയുണ്ടെങ്കിലേ, ആവശ്യാനുസരണം വൃഷ്ടി ഉണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു ഫലം ലഭിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലും വേണ്ട സമയത്ത്, വേണ്ട അളവിൽ, വേണ്ട രീതിയിൽ അനുഗ്രഹം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരുപക്ഷെ ജോലിക്കാര്യമാവാം, പരീക്ഷകളാവാം, ഇൻ്റർവ്യൂകളാവാം, എന്തു തന്നെ ആയാലും ഒരു കർഷകൻ വിതച്ചിട്ട് മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിലും വിശ്വാസ ജീവിതം നമ്മൾ കാത്തിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി, ആ ശരത്കാല വൃഷ്ടിക്ക് വേണ്ടി നാം കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും വരണ്ട മണ്ണ് പോലെ തോന്നിയാലും ശരിയായ സമയത്ത് അനുഗ്രഹം പെയ്യുന്ന ഒരു ദൈവമാണ് ഉടമ്പടി ദൈവം. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും, വരൾച്ചയിൽ നിന്ന് സമൃദ്ധിയിലേക്കും, കണ്ണീരിൽ നിന്ന് സന്തോഷത്തിലേക്കും നമ്മെ നയിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തെ നാം കാണുന്നതും കേൾക്കുന്നതും. വരണ്ട ഹൃദയത്തിൽ കാത്തിരിക്കാൻ ക്ഷമയുള്ള, വിശ്വാസമുള്ള, വിശ്വസ്തതയുള്ള ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്ന് നമുക്ക് പറയാം. സിമി ജേക്കബ് എന്ന മകളുടെ സാക്ഷ്യം ഇപ്പോൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ഒരു ഓൺലൈൻ സാക്ഷ്യമാണ്. മകൾ ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ്. അവിടെ നിന്ന് ഇന്ന് രാവിലെയാണ് സാക്ഷ്യം പറയുവാനായിട്ട് മാത്രമായിട്ട് ഈ മകൾ ഇവിടെ എത്തിയത്. ജീവിതത്തിൻ്റെ വരണ്ട ദിവസങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ഏതോ ഒരു സഹോദരി അബുദാബി പള്ളിയിൽ വെച്ച് കൃപാസനത്തെപ്പറ്റി സംസാരിച്ചത്. അന്നു മുതൽ കൃപാസനത്തെപ്പറ്റി യൂട്യൂബിൽ ശ്രദ്ധിക്കുകയും കൃപാസനം അമ്മയോട് പ്രാർത്ഥിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. കാരണം ഹസ്ബൻഡ് ഒരു IT ഓഫീസറാണ്. നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച ആ സമയത്താണ് കൃപാസനത്തെപ്പറ്റി അറിയുകയും വളരെ പെട്ടെന്ന് തന്നെ അറിഞ്ഞ നിമിഷം തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ കൃപാസനത്തെപ്പറ്റി അറിയുകയും ചെയ്തിട്ട് ഫലമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഹസ്ബൻഡിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടാണ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞതുപോലെ ഓൺലൈൻ ഉടമ്പടിയും അതുപോലെ തന്നെയാണ്. പ്രാർത്ഥിച്ചതിൻ്റെ 2 ദിവസത്തിന് ശേഷം തന്നെ ഈ മകന് നല്ലൊരു ജോലി നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. പല പ്രാവശ്യവും പല CV കൊടുക്കുമ്പോഴും ഹൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് റിജക്റ്റ് ആവുന്ന പേപ്പേഴ്സായിരുന്നു, ഡോക്യുമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേങ്കിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം 2 ദിവസം കൊണ്ട് ജോലി കിട്ടുകയാണ്. സെയിം CV തന്നെയാണ് സബ്മിറ്റ് ചെയ്തത്. പല പ്രാവശ്യം തള്ളിക്കളഞ്ഞ ആ CV ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനടി 2 ദിവസം കൊണ്ട് അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും? ഇതാണ് ഉടമ്പടിയിലുള്ള ഡിഫറൻസ്. ഇതാണ് നമ്മൾ മറ്റുള്ളവരിലുള്ള വ്യത്യസ്തരാക്കുന്നത്. ഉടമ്പടി നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ആ ദൈവ സാന്നിധ്യമാണ്, ആ ദൈവ കൃപയാണ്. ഇവിടെയും
ഹൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത ആ സെയിം CV തന്നെ സബ്മിറ്റ് ചെയ്തപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഉടമ്പടി ഉടനടി പരിഹാരം തന്നെയാണ്. ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുകയാണ്. പിന്നീട് വളരെ വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് ഈ മകളൊരു നേഴ്സാണ്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ DHAക്ക് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴും അതുപോലെ തന്നെയാണ് ലൈസൻസ് ഹോൾഡറായിട്ട് പിന്നീട് ലഭിക്കുകയും അതും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി കാശുരൂപം മാത്രമായിരുന്നു ഇവരുടെ കൈവശമുണ്ടായിരുന്നത്. ഉടമ്പടി ഉപ്പ് മറ്റാരോ തന്ന ഉപ്പാണ്. എവിടെ പോയാലും എന്തിനു പോയാലും ഉടമ്പടി കാശുരൂപം അമ്മയുടെ സാന്നിധ്യം മുറുക്കെ പിടിച്ചുകൊണ്ടാണ് ഈ മകൾ പോയിക്കൊണ്ടിരുന്നത്. ഉടമ്പടി ഉപ്പും വിശ്വാസത്തിൻ്റെ പ്രയോഗത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ മകൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് DHA ലൈസൻസ് ഹോൾഡർ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാചീന ഫലമായിട്ടാണ് DHA ലഭിക്കുകയും പിന്നീട് ഈ മകൾ വിചാരിച്ചു ഇനി എനിക്കെല്ലാം സാധിച്ചു, ഇനി എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം മുന്നോട്ട് പോകുമെന്ന് കരുതി. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. പക്ഷേങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അത് നടന്നില്ല. പെട്ടെന്നൊരു രോഗാവസ്ഥയിലേക്ക് പോവുകയാണ്. ആ രോഗാവസ്ഥയിൽ കിടന്നപ്പോൾ, സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആരുമില്ല കൂടെ. അവിടെയും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മനസ്സിലാക്കാനായിട്ട്. ആ സാന്നിധ്യം മനസ്സിലാക്കിയ കാശുരൂപം മുറുക്കെ പിടിച്ചുകൊണ്ടാണ് അവിടെയും അമ്മയുടെ ഇടപെടൽ കണ്ടത്. ആ കൃപാസനത്തിൽ പരിചയപ്പെടുത്തിയ ആ ചേച്ചി തന്നെ ആ തക്ക സമയത്ത് അവിടെ ഫോൺ ചെയ്യുകയും പെട്ടെന്ന് തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിനെ പറ്റി ഈ മകളോട് പറയുകയാണ്. അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് രോഗസൗഖ്യം ലഭിക്കുകയാണ്. ഇവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു ഇടപെടലാണ്. ഇതുമൂലമാണ് അത് തന്നെയാണ് പറഞ്ഞത് ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ, നിങ്ങൾ ദൈവത്തോട് സന്തോഷത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്, ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. ഇവിടെയും ഈ മകൾക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇടപെടലുകളും മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് രോഗസൗഖ്യം കിട്ടി. ജോലിയെപ്പറ്റി ആഗ്രഹിച്ചില്ല. പക്ഷെങ്കിൽ നമ്മൾ ഓരോ കാര്യവും നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഈശോയും അമ്മയും നമ്മുടെ ഓരോ നിയോഗം മറക്കില്ല. ആ നിയോഗം വെച്ച കാര്യവും ഈശോമ്മ ഏറ്റെടുക്കുകയാണ്. അത് പിന്നീട് പെട്ടെന്ന് തന്നെ കിട്ടാതിരുന്ന സർട്ടിഫിക്കറ്റ് വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെടുകയും അത് കിട്ടാതിരുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും പിന്നീട് ഇടപെടലിലൂടെ പരിശുദ്ധമ്മയുടെ ഇടപെടലിലൂടെ മധ്യസ്ഥതയിലൂടെ ഓഫർ ലെറ്റർ കിട്ടി. ഇന്ന് രാവിലെ പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ടാണ് സിമ്മി ഇന്ന് വന്നിരിക്കുന്നത്. ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതുമെല്ലാം. ഇവിടെ ഈ സിമി എന്ന സഹോദരിയുടെ ജീവിതത്തിൽ അതുതന്നെയാണ്. ഈ മകൾ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നെങ്കിലും വളരെ നല്ല വിശ്വാസത്തോടെയാണ്, സ്നേഹത്തോടെയാണ് കാരുണ്യ പ്രവൃത്തികളും ആത്മീയ ജീവിതവും നയിച്ചത്. ഒരുപക്ഷെ യൂട്യൂബിൽ കൂടെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതിൻ്റെ അച്ഛൻ്റെ ധ്യാനം കൂടുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ ഉടമ്പടി ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയാണ് സിമി ഉടമ്പടി ജീവിതം നയിച്ചത്. ഉടമ്പടി ഓൺലൈൻ ജീവിതം. ഇങ്ങനെ ഒരു സാക്ഷ്യം എന്ന് പറയണമെങ്കിൽ, ഇങ്ങനെയൊരു സാക്ഷ്യം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഉടമ്പടി ജീവിതം വളരെ ക്ലിയറായിട്ട് നല്ല വിശ്വസ്തത്തോടെ ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ സാധിച്ചത്. കാരുണ്യ പ്രവർത്തനങ്ങൾ കുഞ്ഞിനുമായിട്ട് പോയപ്പോൾ ഒരു ചേട്ടൻ സഹതാപത്തോടെ പറഞ്ഞത്, മോടെ ആ പത്രമെങ്കിൽ തന്നേക്ക്, കുഞ്ഞുമായിട്ട് വെയിലത്ത് പോകണ്ട എന്നാണ്. പക്ഷെങ്കിൽ ഈ മകൾ പറഞ്ഞു കൊടുത്തത് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അടുത്തറിഞ്ഞ ഓരോ വ്യക്തികളും മഴയോ വെയിലോ ഒന്നും കണക്കാക്കാതെ ദൈവസ്നേഹത്തെ പ്രതി അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ആ സ്നേഹവും ദൈവസ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു ബോധമുണ്ടാകുമ്പോൾ ആ ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുവാനും മഹത്വപ്പെടുത്തുവാനുമുള്ള ഓരോ അവസരവും പാഴാക്കാതെ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നെങ്കിൽ ഇന്ന് രാവിലെയാണ് വെളുപ്പിനെ വന്ന് ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യമാവാൻ സാധിച്ചത്. ഏറ്റവും പിന്നിൽ കിടന്നവർ മുൻപിലാകുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. എവിടെ നിന്നായാലും ഏത് ദേശത്തായാലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ സഞ്ചാരി മാതാവിൻ്റെ കൃപയുണ്ട്, ഈശോയുടെ അമ്മയുടെ അനുഗ്രഹമുണ്ട്. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ കൃപയുടെ മഴ പെയ്യിച്ച് നമ്മുടെ വരണ്ട ജീവിതത്തിൽ ആ ശരത്കാല വൃഷ്ടിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവാകുന്ന ദൈവം വരണ്ട ഹൃദയത്തിൽ
കാത്തിരിക്കുവാനുള്ളൊരു ക്ഷമയും വിശ്വസ്തതയുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ളൊരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ നമ്മുടെ ഓരോ ആവശ്യങ്ങളും ദൈവത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അമ്മയുടെ മധ്യസ്ഥതയോടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും നമ്മുടെ നന്മയ്ക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സിമി ജേക്കബിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മെർലി ജോയിഷ്. ഞാൻ വരുന്നത് പാലാരൂപത ഭരണങ്ങാനം ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ അപ്പച്ചൻ ജേക്കബ് മാത്യു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് എൻ്റെ കർത്താവിനോട് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 മെയ് 22 ഇന്ന് എൻ്റെ ഉടമ്പടിയുടെ 2ാം വാർഷികമാണ്. അതിനു മുമ്പ് 2023 ജനുവരി 1 ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിന് കാരണം 2022 നവംബർ മുതൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റൊമക്ക് പ്രോബ്ലംസ് ആയിരുന്നു. എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്തു, അതെല്ലാം നോർമലായിരുന്നു. കുറേ ടെസ്റ്റുകളൊക്കെ അവിടെ, ഞാൻ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്, നഴ്സാണ്. അവിടെ ഞാൻ കെയർ ഗീവറായിട്ട് ജോലി ചെയ്യുന്നു കഴിഞ്ഞ 9 വർഷമായിട്ട്. അപ്പോൾ ഇങ്ങനെ വയറിന് കണ്ടിന്യൂസ് പ്രശ്നം വന്നുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ കൂടുതൽ ആരും ഇല്ല, എന്നാലും അവിടെ തന്നെ എൻഡോസ്കോപ്പി ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആ എൻഡോസ്കോപ്പി നോർമലാകാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2023 ജനുവരി 1 ആ ഉടമ്പടി എടുത്തു. അതിന് മുമ്പ് ആ മാസം 22 ഡിസംബറിൽ ഒരു ചേച്ചി നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അമ്മച്ചി എനിക്ക് ഈ കൃപാസന മാതാവിൻ്റെ ഈ ഫോട്ടോ എനിക്ക് ആ ചേച്ചിയുടെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫോട്ടോയൊക്കെ വെച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി തുടങ്ങി. അന്ന് എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലായിരുന്നു. രാവിലെ 5:30 പ്രാർത്ഥന അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും അതിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടായിരുന്നില്ല. അങ്ങനെ ഉടമ്പടി എടുത്ത് ജനുവരി ഉടമ്പടി എടുത്തു. ഫെബ്രുവരി ആയപ്പം എൻ്റെ ഫാമിലി നാട്ടിലാണ്. എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്. അമ്മ വീണു, അമ്മയുടെ ഹിപ്പ് ഫ്രാക്ചറായി. അപ്പം ഞാൻ കുറച്ച് ടെൻഷനിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ഭർത്താവിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അതിനകത്ത് SGOT SGPT ഒക്കെ ഹൈ ആയിട്ട് വന്നു. ആ റിപ്പോർട്ട് ഇങ്ങനെ കൈ കിട്ടി കണ്ടപ്പം, ഞാനൊരു നേഴ്സാണ്, എനിക്ക് മനസ്സിലായി ഇത് അധികം പേടിക്കണ്ട, നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ സുഖമാകും എന്നിങ്ങനെ മനസ്സിൽ ഒരു ചിന്തയുണ്ടെങ്കിലും പെട്ടെന്നൊരു ഭയം എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ ഭയത്തെ തുടർന്ന് പിന്നെ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും ഉറങ്ങാം, പകലും രാത്രിയും 1 മിനിറ്റ് പോലും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുന്നില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നെഞ്ചി തങ്ങി നിൽക്കുന്നു, അഥവാ വയറ്റിൽ ചെന്ന വയറുവേദന, അങ്ങനെ പലതരം പ്രശ്നം. സിവിയർ ആങ്സൈറ്റി ഞാൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു എനിക്ക് സിവിയർ ആങ്സൈറ്റിയാണ് എന്ന്. അപ്പം അവിടെ ഇങ്ങനെ കുറേ ദിവസം ഉറങ്ങാതായി കഴിഞ്ഞ് ഫുൾ ടൈം കിടപ്പം. എനിക്ക് ക്ഷീണം, അത്രയ്ക്കും ഒരു ക്ഷീണം പറഞ്ഞറിയിക്കാൻ പറ്റും. ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആങ്സൈറ്റിയെക്കുറിച്ചും ആങ്സൈറ്റിക് ഡിസോർഡറിനെക്കുറിച്ചും പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ഇത്ര സിവിയറായ ഒരു കണ്ടീഷനാണെന്ന് മനസ്സിലാക്കിയത് എനിക്ക് ആ അവസ്ഥ വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ അവിടെ കുറേ ദിവസം ഉറങ്ങാൻ പറ്റാതെ വന്നു. നിങ്ങൾക്കറിയാം, 1-2 ദിവസം നമുക്ക് ഉറങ്ങിയില്ലെങ്കിൽ തന്നെ എന്തൊരു ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്കറിയാം. കുറേ ദിവസം ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ എംപ്ലോയറും ഫാമിലിയും ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം ഞാൻ എപ്പോഴും ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി, ഞാൻ ചിരിക്കാൻ മറന്നുപോയി, എനിക്ക് ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വളരെ സിവിയറായിട്ടൊരു കണ്ടീഷൻ. അപ്പോൾ അവിടെ ഡോക്ടറെ കണ്ടപ്പോൾ അവിടെ അതൊരു സാധാരണ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ എനിക്കൊരു ഗുളിക തന്നു. ആ ഗുളിക കഴിച്ചപ്പോൾ ഞാനൊരു എപ്പോഴും ഉറങ്ങി ഒരു ഡ്രൗസി കണ്ടീഷനിലേക്ക് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അവിടെ ജോലി തുടരാൻ പറ്റത്തില്ല, ഇനി നാട്ടിലേക്ക് പോന്നേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഏജൻസിക്ക് മെസ്സേജ് വിട്ടു, ഞാൻ ഫിസിക്കലി മെൻ്റലി വീക്കാണ്, എനിക്ക് നാട്ടിൽ പോകണം, ഞാൻ എക്സിറ്റ് അടിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസി എന്നോട് പറഞ്ഞു, നീ എനിക്ക് വെള്ള പേപ്പറിൽ എഴുതി താ റിസൈൻ ലെറ്റർ, നിനക്ക് എക്സിറ്റ് അടിച്ച് പോകാൻ ഇത് പറ്റുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓൾറെഡി മെസ്സേജ് വിട്ടു, വെള്ള പേപ്പർ എടുത്ത് എനിക്ക് എൻ്റെ കയ്യിൽ റിസൈൻ്റെ ഫോർമാറ്റ് ഉണ്ട്, ഞാനിങ്ങനെ എഴുതാനിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ആരോ തടഞ്ഞു പിടിച്ചിരിക്കുന്നത് പോലെ. എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു നാട്ടിൽ പോകാൻ. കാരണം എനിക്കൊരു ഭവനമായില്ല, എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഭവനം. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തെങ്കിലും ഭവനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തിരിച്ച് നാട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നാലും എനിക്ക് എൻ്റെ ആരോഗ്യസ്ഥിതി എനിക്ക് മനസ്സിലായി, ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. എന്നാലും ഞാൻ നാട്ടിൽ പോയി. പക്ഷേ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, റിസൈൻ ലെറ്റർ എഴുതാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഓർക്കും ഹാലൂസിനേഷനാണ്, ഇലൂഷനാണ് എന്നൊക്കെ ചിന്തിച്ചാലും എനിക്ക് ഉറപ്പുണ്ട് അത് എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചതാണ്. കാരണം എനിക്ക് റിസൈൻ ലെറ്റർ എഴുതാൻ പറ്റുന്നില്ല. ഫോർമാറ്റ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്, ഞാൻ പേപ്പർ എടുത്ത് വെച്ചിരിക്കുവാണ്, പക്ഷേ എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ എപ്പോഴും സഹായിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഇനി മുതൽ എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ ജോലി പോവുകയാണ്, ഞാൻ നാട്ടിൽ പോവുകയാണ്, പക്ഷേ എൻ്റെ ഒരു ഭവനം എന്നൊരു സ്വപ്നം എനിക്ക് ബാക്കിയായി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു,
ഈശോ എന്നോട് പറഞ്ഞെന്നാണോ ഈശോയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്നാണോ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭവനം കിട്ടും എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ അന്നേരം ഇപ്പോൾ ഓർത്തു, പിന്നെ നാട്ടിൽ പോകാൻ പോവാണ്, നാട്ടിൽ പോയാൽ കഞ്ഞി കുടിക്കുന്ന എങ്ങനെയാണെന്നത്തെ അപ്പോഴാണ് ഈ ഭവനം എന്ന ചിന്തയിൽ ഞാനത് പുച്ഛത്തോടെ മനസ്സിൽ വിചാരിച്ചു. സത്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുവാണ് അതിന്. അന്ന് അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫാമിലി പറഞ്ഞു, എൻ്റെ എംപ്ലോയർ പറഞ്ഞു, നീ അതുവരെ ലീവ് തരത്തില്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് നാട്ടിൽ പോയാൽ തിരിച്ചു വരികയല്ലെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, എന്നാൽ ലീവ് തരും, ലീവ് തരാം, നീ നാട്ടിൽ പോയിട്ട്. പെട്ടെന്ന് തന്നെ എൻ്റെ ഏജൻസി റീ എൻട്രി ശരിയാക്കി തന്നു. പെട്ടെന്ന് ടിക്കറ്റായി. 2 ദിവസം കൊണ്ട് ഞാൻ നാട്ടിൽ വന്നു. അന്നേരം ഇപ്പം നാട്ടിൽ വരുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര ക്ഷീണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എയർപോർട്ടിൽ കയറിക്കഴിഞ്ഞാൽ ഗേറ്റ് വരെ ഞാൻ എങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് വരെ എങ്ങനെ നടക്കും, വീൽ ചെയർ, എനിക്ക് അത്രയ്ക്ക് സിവിയറായിട്ട് ഞാൻ ടയേർഡാണ്. ഭക്ഷണവും കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉറങ്ങാതെ ഞാൻ അത്ര ടയേർഡാണ്. അപ്പം എൻ്റെ എംപ്ലോയർ എന്നെ വേറൊരാളുടെ കൂടുതലാണ് കയറ്റി വിട്ടത്. അപ്പം ഞാൻ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ നാട്ടിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ അത്രയ്ക്കും ടയേർഡാണ്. എയർപോർട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ ഗേറ്റ് വരെ നടന്ന് ചെല്ലും, എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഗേറ്റ് വരെ ഫ്ലൈറ്റ് കിടക്കുന്നോടം വരെ ഞാൻ എങ്ങനെ ചെല്ലുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയോട് അമ്മച്ചി പറഞ്ഞു, സഞ്ചാരി മാതാവ് അങ്ങോട്ട് വരും, ഞാൻ സഞ്ചാരി മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ സഞ്ചാരി മാതാവാണ്, അമ്മ നിൻ്റെ അടുത്തേക്ക് വരും, അമ്മ നിന്നെ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഫോട്ടോ, എനിക്ക് വേറെ ഒന്നും എടുക്കാനില്ല, ഞാൻ എൻ്റെ ഒരു ബന്ധുവോടെ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞു ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് ഒന്ന് ഗാർബേജിൽ ഇട്ടേക്കണേ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സമ്പൂർണ്ണ ബൈബിളും ഈ മാതാവും പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത്, ചെറിയ ബാഗ് മാത്രം എടുത്ത് ഞാൻ ഇറങ്ങി. ഈ സഞ്ചാരി മാതാവിനെ കയ്യിലെടുത്തപ്പോൾ എനിക്ക് സത്യം പറയും, ഞാൻ അതുവരെ എയർപോർട്ട് വരെ ടാക്സിക്ക് പോകാമെന്ന് വിചാരിച്ചു, അത്ര ടയേർഡായിരുന്നു. എനിക്കൊരു പ്രത്യേക എനർജി എൻ്റെ ശരീരത്തേക്ക് വന്നു. ഞാൻ ട്രെയിൻ കയറി, 2 ട്രെയിൻ മാറി കയറി എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഞാൻ അത്രയും ദിവസം ഭക്ഷണം കഴിച്ച് വിശപ്പില്ലാതിരുന്ന് ഞാൻ അവിടെ വന്നു കഴിഞ്ഞ് ഒരു സാൻഡ്വിച്ച് കഴിച്ചു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ ബഹ്റൈൻ വരെ എത്തി. അപ്പോൾ അവിടെ വരെ എന്നെ കെയർ ചെയ്യാൻ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ബഹ്റൈൻ വന്നു കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടത്തിൽ വന്നൊരു ചേച്ചിയുടെ അമ്മ മരിച്ചു എന്ന് പെട്ടെന്ന് ന്യൂസ് വന്നു. ആ ചേച്ചി തളർന്നു വീണു. അതുവരെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരെ പിന്നെ ഞാൻ നോക്കി, ഞാനും ആ ചേച്ചിനെ കൊച്ചിൻ എയർപോർട്ട് വരെ കെയർ ചെയ്ത് കൊണ്ടുവരാനുള്ള കൃപയെ എനിക്ക് മാതാവ് തന്നു. ഇവിടെ വന്നു ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. എൻ്റെ ഉറക്കം ശരിയായി, ഭക്ഷണം ശരിയായി, വിശപ്പില്ലായ്മ എല്ലാം മാറി. എല്ലാ പ്രശ്നം, എൻ്റെ എൻഡോസ്കോപ്പി വന്നേ അന്ന് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസം എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നു. 2023 മാർച്ച് അവസാനം ഞാൻ ഇവിടെ വന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തില്ല. എനിക്ക് ഉടമ്പടി എടുക്കാൻ അന്ന് എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റുമോ എന്നുള്ള ഭയം കാരണം ഞാൻ എടുത്തില്ല. ഞാനിവിടെ വന്നിട്ട് മാതാവിനോട് പറഞ്ഞു, അമ്മേ 2024 മെയ്യിൽ ഞാൻ ഇവിടെ വരാം, നന്ദി പറയാൻ വരാം എന്ന് പറഞ്ഞു. അതിന് 2023 ഒക്ടോബർ ആയപ്പോൾ ഇസ്രായേൽ യുദ്ധം തുടങ്ങി. അപ്പോൾ യുദ്ധമൊക്കെ കണ്ടിട്ട് എനിക്കൊരു ഭയവും ഇല്ല. ഞാൻ ഒക്ടോബർ 7 ഞങ്ങൾ ജെറുസലേമിലായിരുന്നു. മിസൈലൊക്കെ ഇങ്ങനെ മുകളിൽ കൂടി ചീർപ്പാഞ്ഞ് കിടക്കുന്നുണ്ടോന്ന് എനിക്കൊരു ഭയം തോന്നിയില്ല. അപ്പോൾ ഞാനെല്ലാം മാറി മാതാവിന് നന്ദിയൊക്കെ പറഞ്ഞ്, ഈശോയ്ക്ക് നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ ആ മെയിൽ നാട്ടിൽ വരാമെന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ച് എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഭവനം റിനോവേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറച്ചേറെ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് തുക കൂടുതലായിപ്പോയി. അപ്പോൾ നാട്ടിൽ വരിക എന്നുള്ള ചിന്ത ഞാൻ വിട്ടു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മാർച്ച് ആയപ്പോഴത്തേക്കും എനിക്ക് ഓൾറെഡി എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ 2 സിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സൈഡിൽ തന്നെ ഒരു തടിപ്പും കണ്ടു. അപ്പോൾ എനിക്ക് ഭയമായി. അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മാമോഗ്രാമിന് എഴുതി തന്നു. അവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചിന് യൂറിനറി ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 1 ആഴ്ച 2 ആഴ്ച അങ്ങനെ പല ആൻറ്റിബയോട്ടിക്കുകൾ മാറി ഉപയോഗിച്ചിട്ടും കൊച്ചിന് യൂറിനറി ഇൻഫെക്ഷൻ മാറുന്നില്ല. ലാസ്റ്റ് അവൻ്റെ യൂറിനകത്ത് ആൽബുമിൻ പ്രസൻ്റ് എന്ന് കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് കിഡ്നിയുടെ ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞ് പിന്നെ എനിക്ക് സമാധാനം ഇല്ലാതായി. എനിക്ക് പിന്നെ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എമർജൻസി ലീവ് എടുത്ത് ഞാൻ നാട്ടിൽ വന്നു. ഞാൻ മെയിൽ മാതാവിനോട് നാട്ടിൽ വരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ പ്ലാൻ മാറ്റിയായിരുന്നു. പിന്നെ എൻ്റെ മാതാവ് മെയ് തന്നെ നാട്ടിലെത്തിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ സ്കാനിങ് വന്ന അന്ന് തന്നെ കുഞ്ഞിനെ സ്കാനിങ്ങിന് കൊണ്ടുപോയി. പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി, ഉടമ്പടി എടുത്ത് ഞങ്ങൾ പോകുന്ന വഴി കൊച്ചിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് വാങ്ങിച്ചു. കുഞ്ഞിൻ്റെ സ്കാനിങ് നോർമലാണ്, കൊച്ചിന് കിഡ്നിക്ക് ഒരു പ്രശ്നമില്ല. അതിനുശേഷം ഇന്ന് വരെ അവന് യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടില്ല. 2 വർഷമായി. അതിനുശേഷം അവൻ്റെ ഇതെല്ലാം നോർമലായി പോകുന്നു. ഈശോയ്ക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. അങ്ങനെ എൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഹെൽത്ത് ചെക്കപ്പിന് ഞങ്ങളുടെ പാലായിലെ മാർസ്ലീവ ഹോസ്പിറ്റലിൽ പോയി USG ബ്രസ്റ്റ് ചെയ്തു. ആ തടിപ്പ് ഡോക്ടറിനോട് പറഞ്ഞു ആ തടിപ്പൊന്നുമില്ല, അത് നോർമലാണ് എന്ന്, ഒരു ബെസ്സലാന്ന് പറഞ്ഞു. കൂട്ടത്തിൽ 2 വർഷമായിട്ടുണ്ടായിരുന്ന ലെഫ്റ്റ് ബ്രസ്റ്റിലെ 2 സിസ്റ്റും അവിടെ കാണാനില്ല എന്നും ആ സ്കാനിങ്ങിൽ വെളിപ്പെട്ടു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് എനിക്ക് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കുഞ്ഞിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് നോർമലാക്കി തന്നു. ബ്രസ്റ്റിലെ സിസ്റ്റ് അപ്രത്യക്ഷമായി, തടിപ്പ് നോർമലാക്കി തന്നു.
അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ 5ാമത്തെ ഒരു നിയോഗമായിരുന്നു. എനിക്കൊരു കടമെടുത്ത് എനിക്ക് ഭവനം വാങ്ങിക്കാൻ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, മാതാവേ ഒരു 3.5 വർഷത്തിനുള്ളിൽ ഒരു ഭവനം തരണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. ആ ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ എങ്ങനെയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3 വർഷം എന്ന് ഞാൻ പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ ഭരണങ്ങാനം പള്ളിയുടെ അടുത്ത് തന്നെ എൻ്റെ ബജറ്റിൽ ഒരു ഭവനം തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈശോ എന്നെ അനുഗ്രഹിച്ചു. എന്നെ ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അങ്ങനെ അന്ന് ഉടമ്പടിക്ക് ആ ഒരു സഹോദരനിലൂടെ നിനക്ക് ഭവനം കിട്ടും എന്ന് ഈശോയും മാതാവും എന്നോട് പറഞ്ഞത് 2023 പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. 2024 മെയ്യിൽ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും വീട് റിനോവേറ്റ് ചെയ്യാനും 2024 ഒക്ടോബറിൽ സ്വന്തമായിട്ടൊരു ഭവനം നൽകിയും കർത്താവ് അവിശ്വാസിയായ എന്നെ, അതായത് ചഞ്ചല വിശ്വാസിയായ എന്നെ അനുഗ്രഹിച്ചു. 2025 മെയ്യിൽ എൻ്റെ അപ്പച്ചനാണിത്. എൻ്റെ അപ്പച്ചന് ഇതിന് മുന്നേ 2 അറ്റാക്ക് വന്നിട്ടുണ്ട്. 2025 മെയ് 4-ാം തീയതി, മെയ് 3-ാം തീയതി മുതൽ അപ്പച്ചന് കഴുത്തിന് ഭയങ്കരമായിട്ട് വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് അപ്പച്ചൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 2025 മെയ് 4-ാം തീയതി അപ്പച്ചന് രാവിലെ ആയപ്പോഴത്തേക്കും അപ്പച്ചൻ ഒട്ടും വയ്യാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അപ്പച്ചൻ ബോധം കെട്ടിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മാസീവ് അറ്റാക്കാണ്, 3ാമത്തെ അറ്റാക്കാണ്. അറ്റാക്ക് കഴിഞ്ഞിട്ട് 10 മണിക്കൂറായി. രക്തധമനികളൊക്കെ ചുരുങ്ങി. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല, ഭയങ്കര റിസ്ക്കാണ്. ഞാൻ ഡെയിലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടാനായിട്ട് ഫോൺ എടുത്തപ്പോൾ എൻ്റെ അനിയത്തിയുടെ കരഞ്ഞോണ്ട് മെസ്സേജ് എടി അപ്പച്ചന് ഭയങ്കര സീരിയസ് ആണ്, അപ്പച്ചന് ICU കയറ്റിയൊക്കെ വേണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റിക്ക് അപ്പച്ചനെ കയറ്റി. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഇറക്കി കഴിച്ചിട്ടും അപ്പച്ചൻ്റെ ഹാർട്ട് റേറ്റ് 25-30 താഴ്ന്നുപോയി. അപ്പച്ചനൊരു ചെയിൻ സ്മോക്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പച്ചൻ്റെ ലങ്സ് ചുരുങ്ങുന്നുണ്ട്, അപ്പച്ചൻ്റെ ആമാശയത്തിന് ചുരുക്കമുണ്ട്, അപ്പച്ചൻ്റെ ഹീമോഗ്ലോബിൻ 8 ഉള്ളൂ, അപ്പച്ചൻ അണ്ടർ വെയ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം കൂടി വന്നു. അപ്പച്ചന് താങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പറ്റാതെ വന്നു. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എംപ്ലോയറിൻ്റെ ഭാര്യ ഒരിക്കലും ആ സമയത്ത് അവർ എഴുന്നേറ്റ് വരാറില്ല, 6 മണി ആ സമയത്ത്. അപ്പോൾ അവർ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ കരയുന്നുണ്ടപ്പോൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അപ്പച്ചന് ഇങ്ങനെ പറ്റി. അവർ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നിൻ്റെ അപ്പച്ചനൊന്നും വരത്തില്ല, ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നിട്ട് നിൻ്റെ അപ്പച്ചനോട് പറഞ്ഞു നിൻ്റെ അപ്പച്ചൻ ഒരു കുഴപ്പവും കൂടാതെ ഡിസ്ചാർജ് ആവും, ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് വരും, ആരോഗ്യത്തോടെ പുറത്ത് വരും എന്ന് പറഞ്ഞു. എനിക്കതൊരു ആശ്വാസമായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് അത് മാതാവ് ആ അമ്മച്ചിയിലൂടെ എന്നോട് സംസാരിച്ചതാണ്, ഈശോ എന്നോട് സംസാരിച്ചതാണ്. അത് കഴിഞ്ഞ് പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്ത് ചെയ്യും മാതാവ്, എന്ത് ചെയ്യും? ഞാൻ അപ്പച്ചന് വേണ്ടിയിട്ട് എൻ്റെ ഉടമ്പടി തൈലം എൻ്റെ നെറ്റി പുരട്ടി, എൻ്റെ നെഞ്ചി പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ എന്ന ഇത് മനസ്സിലേക്ക് വന്നു. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ ഇട്ടു. 1/2 മണിക്കൂറിന് ശേഷം എനിക്ക് കോൾ വന്നു, അപ്പച്ചൻ്റെ വൈറ്റൽസ് എല്ലാം നോർമലായി, ഇനി പേസ് മേക്കർ വേണ്ട കാര്യമില്ല. 3-4 ദിവസത്തിന് ശേഷം അപ്പച്ചൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. ഇപ്പോൾ 1 വർഷത്തെ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം 1 വർഷത്തെ ചെക്കപ്പ് കഴിഞ്ഞ ദിവസം നടന്നു. അപ്പച്ചന് ദൈവകൃപയാൽ ഒരു കുഴപ്പവും ഇല്ല, ഹൃദയത്തിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞു. കാരണം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞും ഹാർട്ട് റേറ്റ് 25-30 ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഈ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നെഞ്ചിലും നെറ്റിയിലും പുരട്ടിയതിന് ശേഷം 1/2 മണിക്കൂറിന് ശേഷം എനിക്ക് അവിടുന്ന് കോൾ വന്നു. അപ്പച്ചന് വൈറ്റൽസ് എല്ലാം ഹാർട്ട് റേറ്റ് എല്ലാം നോർമലായി എന്ന് പറഞ്ഞു. അപ്പച്ചന് BP വളരെ കുറവായിരുന്നു. അപ്പച്ചൻ ഡിസ്ചാർജ് ആവുന്ന സമയത്തും അപ്പച്ചൻ്റെ BP 76-80 അതേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അപ്പച്ചൻ്റെ BP ഒക്കെ ദൈവകൃപയാൽ നോർമലാണ്. പിന്നെ എനിക്ക് അഡിനോമയോസിസ് എന്ന എൻ്റെ ബൾക്കി യൂട്രസ് ആയിരുന്നു. എനിക്ക് അഡിനോമയോസിസ് എന്ന അവസ്ഥയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാൻ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാനില്ല. പക്ഷേ പീരീഡ് സമയത്ത് നല്ല ബ്ലീഡിങ് ആയിരിക്കും. ഞാൻ എന്നും ഉടമ്പടി തൈലം അവിടെ പുരട്ടുകയും എന്നും രാവിലെ ആദ്യം ഞാൻ വെഞ്ചരിച്ച ഉപ്പിട്ട വെള്ളം വിശ്വാസപ്രമാണം ചൊല്ലി കുടിച്ചതിന് ശേഷമാണ് എൻ്റെ ദിവസം ആരംഭിക്കുക. ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഇസ്രായേലിൽ വെച്ച് നടന്ന ചെക്കപ്പിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു നിനക്ക് ബൾക്കി യൂട്രസ് ഒന്നുമില്ല, നിനക്കൊരു പ്രശ്നവുമില്ല, നിൻ്റെ യൂട്രസ് നോർമലാണ് എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. പിന്നെ എനിക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്നൊരു കണ്ടീഷൻ, എനിക്ക് ഫെറിറ്റിൻ 3.8 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കണ്ടപ്പോൾ ഡോക്ടർ ഫെറിറ്റിൻ 3.8 എന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അയൺ തീരെ ഇല്ല എന്നൊരവസ്ഥയാണ്. അപ്പം ഡോക്ടർ വളരെ പാനിക്കായി ഡോക്ടർ എന്നോട് പറഞ്ഞു നീ അയൺ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അയൺ ഇഞ്ചക്ഷൻ എടുക്കാൻ പേടി, കാരണം നമ്മളോട് ഒറ്റയ്ക്കാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ എൻ്റെ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, തളർന്നൊരു പേഷ്യൻ്റ്, ഞാൻ വീണാൽ അദ്ദേഹവും വീണു പോകും.
അപ്പോൾ ഞാൻ അങ്ങനെ അദ്ദേഹത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് വീണു പോകും, അങ്ങനെയൊക്കെ എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ ടാബ്ലറ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നാലും ഡോക്ടർ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, ഇത് സിവിയർ കണ്ടീഷനാണ്, ഇപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കുറിക്കാം, നീ അയാൾ ഇഞ്ചക്ഷൻ എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി, ഞാൻ കൺഫ്യൂഷനായി, എന്ത് ചെയ്യണം. ഞാൻ ക്ലിനിക്കിൽ നിന്ന് ഞാൻ ടാബ്ലറ്റ് എഴുതിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ടാബ്ലറ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചേച്ചി, ഞാൻ 4 വർഷമായിട്ട് ആ ഏരിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ആ ചേച്ചിനെ അതുവരെയും കണ്ടിട്ടില്ല. ആ ചേച്ചി വന്നിട്ട് ഞാനിങ്ങനെ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്കിങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ നീ ഒന്നും പേടിക്കണ്ട, എനിക്കും ഇതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു, 3 മാസം ടാബ്ലറ്റ് എടുത്താൽ ഇത് നോർമൽ ആയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൺഫ്യൂഷൻ മാറി. മാതാവ് ആ ചേച്ചീനെ ആ സമയം അവിടെ അയച്ച് എൻ്റെ കൺഫ്യൂഷൻ മാറ്റിയതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഞാൻ എന്നും ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ കഴിച്ച് ആ ടാബ്ലറ്റ് കഴിച്ച് 3 മാസത്തിനുള്ളിൽ എൻ്റെ ഫെർട്ടിൻ 20 എൻ്റെ അയൺ ഡെഫിഷ്യൻസി അനീമിയ മാറി, എല്ലാം നോർമലായി എന്ന് ഡോക്ടർ പറഞ്ഞു. കാരുണ്യപ്രവർത്തികൾ ഞാൻ എല്ലാ മാസവും വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു ഫാമിലിക്ക് വാടക കൊടുക്കുന്നുണ്ട്. മാനസിക അസ്വസ്ഥയുമുള്ള ഒരു സ്ഥലത്തേക്ക് അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗം ശാലോ മീഡിയ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് അതിനൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ആരെന്ത് സഹായം ചോദിച്ചാലും ഞാനില്ല എന്ന് പറയാറില്ല, അവരെ ഞാൻ സഹായിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രം വിതരണം ചെയ്യാറുണ്ട് ഇവിടെ വരുന്ന സമയത്ത്. അല്ലാതെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനകൾ ഞാൻ ഷെയർ ചെയ്യും, സാക്ഷ്യം ഷെയർ ചെയ്യാറുണ്ട്. ആത്മീയ ജീവിതം എല്ലാ 2 ആഴ്ചയിലും, ഞങ്ങൾക്ക് അവിടെ 2 ആഴ്ചയിൽ ഒന്നാണ് കുർബാന. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് ഞാൻ വളരെ അടുത്ത് പ്രവർത്തിക്കുന്നു. 2 ആഴ്ചയും 2 ആഴ്ചയിലൊന്ന് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കായിട്ട് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയ്ക്കായിട്ട് സമയം മാറ്റി വയ്ക്കുകയും എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ വ്യക്തിപരമായി പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി, സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സങ്കീർത്തനം 34 വചനമാണ്. ദൈവത്തെ പൂർണ്ണ സ്നേഹത്തോടെ തേടുന്നവരെ ദൈവം നിരസിക്കില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്ന ദൈവം, ഉള്ളിലുള്ള ഭയങ്ങളെ നീക്കുന്ന ദൈവം, കൃപാസന ഉടമ്പടിയിലൂടെ ദിവസനെ നാം കർത്താവിനെ തേടുമ്പോൾ ഉടമ്പടി ഒരു വിളിയാണ്. വിശ്വാസ ജീവിതത്തിലൂടെ ഉടമ്പടി നിബന്ധനകളിലൂടെ അവൻ പറയുന്നത് ചെയ്യുമ്പോൾ, ആ വചനങ്ങളനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുത്തൻ വഴികളാണ് ഈശോ നമ്മെ തുറന്നു തരുന്നത്. ഉടമ്പടി നമ്മെ ഭയങ്ങളിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നും എല്ലാവിധ ടെൻഷനും പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിച്ച് കുടുംബ വിഷമങ്ങളാവാം, പ്രതിസന്ധികളാവാം, ഇവയിലെല്ലാം ദൈവത്തെ അന്വേഷിച്ച് ഉടമ്പടിയിൽ സ്ഥിരമായി പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വസ്തയോടെ ഉടമ്പടി നിലകൊള്ളുമ്പോൾ നമുക്കുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉറപ്പാണ് ഉടമ്പടിയിൽ. അങ്ങനെയുള്ള ഓരോ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ ഓരോ ദിവസവും പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കർത്താവിനെ തേടി അവിടുന്ന് ഉത്തരം അരുളുന്ന ഓരോ ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേൾക്കുന്നത്. മെർലിൻ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം അടുത്തറിഞ്ഞ ദിവസങ്ങളുടെ ഒരു വലിയ സാക്ഷ്യമാണ്. ആദ്യമൊക്കെ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. പിന്നീട് യൂട്യൂബ് മീഡിയയിലൂടെയും പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തുമാണ് ഈ മകള് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലെത്തുന്നത്. വളരെ സിവിയറായിട്ടുള്ള ആങ്സൈറ്റി പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളിൽ ഉറക്കമില്ലായ്മ, ഭയങ്ങളും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ എല്ലാം കൂടെ ഒന്നിച്ച് എന്ത് ചെയ്യണമെന്നറിയില്ലാത്ത നിമിഷങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണം. കാരണം ഹസ്ബൻഡിൻ്റെ ഒരു രോഗാവസ്ഥയിൽ അറിഞ്ഞപ്പം മുതൽ ആകപ്പാടെ ഒരു ഭീതിയുള്ള ദിവസങ്ങളിൽ കൂടെ കടന്നു പോയപ്പോൾ ജോലിയിൽ നിന്ന് വരെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാകാത്ത സമയമായപ്പോഴാണ് റിസൈൻ ചെയ്യാമെന്ന് തോന്നിയത്. അങ്ങനെ റെസിഗ്നേഷന് ലെറ്റർ എഴുതാനായിട്ട് പേപ്പർ എടുത്തപ്പോൾ എഴുതാൻ പറ്റിയില്ല. റെസിഗ്നേഷനിൽ ലെറ്റർ എഴുതാനായിട്ട് പ്രൊസീഡിങ് ഒന്നും ആരോ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ്. അങ്ങനെ ആ ലെറ്റർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഈ മകൾ ഓൺലൈൻ ഉടമ്പടിയിലാണ്. ഈശോയും അമ്മയും കൂടെയുള്ള ദിവസങ്ങളാണ്. അങ്ങനെ ആ റെസിഗ്നേഷൻ ലെറ്റർ എഴുതാതെ പിന്നീട് ഈ മകൾ തന്നെ ആ ജോലിയിൽ നിന്ന് 1.5 മാസത്തേക്കുള്ള ലീവ് അനുവദിച്ച് കിട്ടുകയാണ്. അങ്ങനെയാണ് എയർപോർട്ടിൽ എങ്ങനെയോ എത്തപ്പെട്ടു. ക്ഷീണിച്ച് അവശയായി ഭക്ഷണം കഴിക്കാതെ വളരെ ടയേർഡായിട്ട്, കാരണം സിവിയർ ആങ്സൈറ്റിയിൽ കടന്നു പോകുന്ന ദിവസങ്ങളാണ്. എങ്ങനെയോ എയർപോർട്ടിലെത്തി. അവിടെ വന്നതിന് ശേഷം കൂടെ പോന്നപ്പോഴത്തേന് എന്തായാലും പോകില്ല, തിരിച്ചു വരില്ല എന്നോർത്ത്
സ്വന്തം അമ്മ കൊടുത്തുവിട്ട മാതാവിൻ്റെ ഫോട്ടോയുമായിട്ടാണ് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് ഒരു ബൈബിളും കയ്യിൽ വെച്ച് എയർപോർട്ടിലെത്തി. പക്ഷെങ്കിൽ അവിടെ എത്തിയപ്പോൾ സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യമാണ് മെർലിന് അനുഭവിക്കാൻ സാധിച്ചത്. ആ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഒരു വലിയൊരു ധൈര്യവും ഒരു ശക്തിയും ലഭിക്കുകയും പിന്നീട് എയർപോർട്ടിൽ വന്നപ്പോൾ മറ്റൊരു സഹോദരിയുടെ വീട്ടിൽ ഒരു വേർപാടിൻ്റെ വേദനയിൽ വീട്ടിലേക്ക് പോകുന്ന ആ മകളുടെ സങ്കടം കണ്ടപ്പോൾ സ്വന്തം കാര്യങ്ങളെല്ലാം മറന്നു ആ സഹോദരിയെ സഹായിക്കാനായിട്ട് ഈശോയും അമ്മയും ഒരു കരുത്ത് നൽകുകയാണ്. അങ്ങനെയാണ് നാട്ടിലേക്ക് എത്തുകയും പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. പിന്നീട് എല്ലാ കാര്യവും ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിലേക്കാണ്. അമ്മയുടെയും സാന്നിധ്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പല വ്യക്തികളിൽ കൂടെയും പല സാഹചര്യം കൂടെയും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം വളരെ ക്ലിയറായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ നിന്ന് പോയപ്പോൾ ഒരു ഭവനം എന്ന ഒരു സ്വപ്നം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷയെല്ലാം പോയി. ഇനി അത് നടക്കില്ല എന്ന വിചാരത്തോടെ വന്നപ്പോൾ 3.5 വർഷത്തിനുള്ളിൽ ഒരു ഭവനം നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് പോയത്. പക്ഷെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഒരു ഭവനം ലഭിക്കാനുള്ള എഗ്രിമെൻറ്റ് ആഗ്രഹപ്രകാരം തന്നെ ഒരു പള്ളിയുടെ അടുത്ത് തന്നെ ഭവനം നിർമ്മിക്കാൻ സാധിച്ചു. പിന്നീട് രോഗസൗഖ്യങ്ങളാണ്. കുട്ടിക്ക് യൂറിനറി ഇൻഫെക്ഷനും മെർലിന് തന്നെ ബ്രസ്റ്റിൽ ഒരു തടിപ്പുമുണ്ടായിരുന്നു. അതും നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകൻ്റെ അസുഖം മാറുകയും ഈ മകളുടെ ബ്രസ്റ്റിലുണ്ടായിരുന്ന തടിപ്പ് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയും പിന്നെ അഡിനോമൈനോസിസിൻ്റെ അസുഖവും അത് തന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്താൽ തന്നെയാണ് ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയും അയൺ ഡെഫിഷ്യൻസിയുടെ രോഗം വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതായപ്പോൾ അവിടെയും ഒരു ചേച്ചിയുടെ ഇടപെടലിലൂടെയാണ് ഒരു ടാബ്ലറ്റ് എടുക്കാൻ ഇൻസ്പിറേഷൻ കിട്ടുകയും അങ്ങനെ അതിൽ കൂടെ ഈ രോഗങ്ങളിലെല്ലാം സൗഖ്യം ലഭിക്കുകയായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് അപ്പച്ചൻ്റെ രോഗസൗഖ്യം. 2 അറ്റാക്ക് വന്ന വ്യക്തിയാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ആൻജിയോഗ്രാം കഴിഞ്ഞിട്ട് പേസ് മേക്കർ വെക്കണമെന്ന് പറഞ്ഞത്. അവിടെയും ഈ മകൾ വിശ്വാസത്തോടെ പ്രാർത്ഥന ഫലമായിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ അച്ഛൻ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഓരോ കാര്യത്തിലും ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെടുമ്പോഴെല്ലാം ഓരോ വ്യക്തികൾ കൂടിയാണ് ഈ മകൾക്ക് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ചേച്ചിയിലൂടെയും ഒരമ്മയുടെ സാന്നിധ്യവും അവിടെ ചെന്ന് ഒരു ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഒരു സഹോദരൻ്റെ സാന്നിധ്യവും പലപ്പോഴും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കർത്താവിനെ തേടുമ്പോഴൊക്കെ എനിക്ക് ഉത്തരം വരില്ലെന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും പല വ്യക്തികൾ കൂടിയാണ് ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈശോയുടെ അമ്മയുടെ വലിയ ഒരു ഇടപെടലാണ് ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആത്മീയമായിട്ട് കൂടുതൽ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കാനും എല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയുടെയും ആ ഇടപെടുന്ന ആ സാന്നിധ്യം മനസ്സിലാക്കാനുമാണ് മെർലിന് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിലൂടെ നാം നയിക്കുമ്പോൾ ആങ്സൈറ്റി എന്ന അസുഖം നമ്മൾ കേൾക്കുമ്പോൾ വളരെ ചെറുതാണ്. പക്ഷെങ്കിൽ അതിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഭയത്തിൽ നിന്നെല്ലാം വിടുതൽ നൽകി ഈശോയും അമ്മയും ഉടമ്പടിയിലൂടെ ഈ മകളെ കാത്ത് സംരക്ഷിച്ച് പരിപാലിച്ചതിന് നന്ദി പറയാനായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെയും എല്ലാ ഭയങ്ങളും ആങ്സൈറ്റികളും വറീസും ടെൻഷൻസും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരം വരളി സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു എന്ന് നമുക്കും പറയുവാൻ സാധിക്കട്ടെ. സങ്കീർത്തനം 34 സങ്കീർത്തൻ്റെ കൂടെ നമ്മുടെ എല്ലാ ഭയങ്ങളും ജോലിയില്ലായ്മയും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പരിശുദ്ധ അമ്മയാണ് എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. കാനായിൽ നടന്നത് തന്നെയാണ് ഇന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മെർലിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. രാജൻ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള എരനല്ലൂർ ഇടവകാംഗമാണ്. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താനായിട്ട് എൻ്റെ മോൻ്റെ സാക്ഷ്യപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. അതിന് എനിക്ക് അനുഗ്രഹം തന്ന കൃപാസന അമ്മയ്ക്കും തിരുവുമാരനും ഞാൻ എണ്ണിയാലൊടുങ്ങാത്ത നന്ദി പറയുന്നു. എൻ്റെ മൂത്ത മകനെ ജോലി ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. അവൻ ചെറുപ്പത്തിൽ അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടിയായിരുന്നു. അത് കാരണം കൊണ്ട് അവനെ കൂടുതൽ പഠിച്ച് ജോലി നേടാനുള്ള കഴിവില്ല. +2 വരെ പഠിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു കസിന് ഇവനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 വർഷമായി നടന്നു ഞങ്ങൾ പാസ്പോർട്ട് എടുത്തിട്ട്. ആ പാസ്പോർട്ട് എടുത്ത സമയത്താണ് കോവിഡ് വന്നത്. പിന്നെ അതിനെക്കുറിച്ച് അവരൊന്നും പറഞ്ഞിരുന്നില്ല.
അങ്ങനെ നാട്ടിൽ 2 പണിക്ക് അവൻ പോയി. പക്ഷേ അതൊന്നും ചെയ്തിട്ട് വിജയിക്കാൻ അവന് പറ്റിയില്ല. അങ്ങനെ അവൻ വീട്ടിലിരിപ്പായിരുന്നു. അങ്ങനെ ആയപ്പോൾ എൻ്റെ ഇളയപ്പൻ്റെ മോള് കൃപാസനത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു. അവൾ ഞങ്ങളതിനെ ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോയി. അപ്പോൾ അന്ന് ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇളയ മകനെ ബുദ്ധിവൈകല്യം ഓട്ടിസമുള്ള കുട്ടിയാണ്. അപ്പോൾ അവനെയും കൊണ്ട് ഇത്ര ദൂരം യാത്ര ചെയ്യാൻ ഒട്ടും പറ്റില്ലായിരുന്നു എനിക്ക്. അവൻ വയലൻ്റ് ആവണ ഒരു മോനായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് മാതാവിനോട് എന്നും മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, എൻ്റെ സ്വന്തം നാട് പുതുശ്ശേരിയാണ്, അവിടെ നിന്ന് മാസത്തിൽ ഇവിടേക്ക് ആളുകളെന്നെ കൊണ്ടുവരുന്ന ഫിലോ എന്ന് പറഞ്ഞ സഹോദരി എന്നെ വിളിച്ചിട്ട് പോരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീടിൻ്റെ പഠിക്കുന്ന ഈ മോനെയായിട്ട് പോരാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു. അങ്ങനെ ഞാനിവിടെ ജൂൺ 12 2023 ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ കുട്ടികളെ തന്നെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ പോയി. ഉടമ്പടി എടുക്കാൻ പോകുമ്പോൾ ഞാൻ മാതാവിനോട് നോക്കി പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മോനൊരു തൊഴിലാണ് വേണം, സ്ഥിരം ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ അങ്ങനെ വേണ്ട, അല്ലാണ്ട് ഗൾഫിൽ പോകണമെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടില്ല. മാതാവ് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് മാതാവിനെ കൊണ്ടിങ്ങോട്ട് വരുമ്പോൾ ഞാൻ അന്ന് സിസ്റ്റർ പറഞ്ഞു മാതാവിൻ്റെ ഒരു പാട്ട് പാടിക്കോന്ന്. അപ്പോൾ ആരും പാടിയില്ല. അപ്പോൾ ഞാനാണ് നന്മ നേരും അമ്മ എന്ന് പാടിയത്. അപ്പം ഞാൻ ഈ മാതാവിനെ നോക്കിയിട്ട് ആ പാട്ട് ഇങ്ങനെ ഞാൻ അലറി പാടി. ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ എന്തിനാ അങ്ങനെ ആർത്തലച്ച് കരഞ്ഞ് പാടിയെന്ന് എനിക്കറിയില്ല. അപ്പോഴും എൻ്റെ മനസ്സിൽ മാതാവേ എൻ്റെ മോനൊരു തൊഴിൽ തരണേന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഡ്രസ്സ് മാറിയിട്ടിട്ടില്ല. അപ്പോൾ ദുബായിൽ നിന്നെന്ന് പറഞ്ഞിട്ടൊരു കോള് വന്നു. അതിൽ പറയണവർ നിതിൻ രാജനെ വിസ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, എത്രയും വേഗം ചിലവിനും ടിക്കറ്റിനും പൈസയും ഡ്രസ്സൊക്കെ ഒതുക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാതാവ് തന്ന ഒരനുഗ്രഹത്ത് ഞാൻ അന്ന് സങ്കടപ്പെട്ട് കരഞ്ഞു, കുറേ കരഞ്ഞു. മാതാവേ ഉടമ്പടിയിലത്തെ ഉടനടി പരിഹാരം ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമാണ്. മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ മറന്ന കാര്യം ദൈവം മറന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഗൾഫിൽ പോകാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മുടെ നാട്ടിൽ ചെറുതായാലും അവനെ സ്ഥിരം ചെയ്തിട്ട് വരാനുള്ളൊരു തൊഴിലാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാതാവ് എൻ്റെ സങ്കടം കേട്ട് അമ്മയുടെ മോനോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു ജോലി തന്നു. അത് കഴിഞ്ഞ് ജൂലൈ 14 അവൻ പോയിട്ട് 17 അവനവിടെ ജോലിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ മാതാവിൻ്റെ 7 എന്നുള്ളൊരക്കം അത് 17 അപ്പോൾ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചതാണെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ജൂലൈ 17 തൊട്ട് ഈ മെയ് 9 വരെ അവൻ അവിടെ ജോലി ചെയ്തു. മെയ് 10 അവൻ നാട്ടിൽ വന്നത്. അപ്പോൾ അവൻ വന്നാൽ സാക്ഷ്യപ്പെടുത്താൻ അവനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വൈകിയത്. മാതാവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചതെന്ന് അറിയാം. എൻ്റെ നാട്ടുകാർക്ക് എൻ്റെ ബന്ധുക്കൾക്കും നല്ലോണം അറിയാം. മാതാവിൻ്റെ അടുത്ത് ചെന്ന കാരണം കൊണ്ടാണ് ഇത് സാധിച്ചിരുന്നു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ലായിരുന്നു. അതും അമ്മേനെയാണ് എല്ലാതും ഒരുക്കി തന്നു. ഈ കുട്ടി എപ്പോഴും വയലൻ്റ് ആവണ കുട്ടിയായിരുന്നു. ഇതിനും കൊണ്ട് ദൂരയാത്ര ഒന്നും ചെയ്തിരുന്നില്ല. ഞാൻ കൃപാസനത്തിലേക്കാണ് ഏറ്റവും ദൂരമായിട്ട് ഇപ്പോൾ യാത്ര ചെയ്ത് കിടക്കണത് ഇവനെയും കൊണ്ട്. ഇവൻ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. നമ്മൾ പള്ളിയിൽ പോയാലടക്കം ഭയങ്കരമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എല്ലാവരും തിരിഞ്ഞു നോക്കുക അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള വിഷമം തോന്നണ കാരണം ഇവനെയും കൊണ്ട് ഞാൻ അങ്ങനെ യാത്ര ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ 9ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കൃപാസന അമ്മയുടെ അടുത്തേക്ക് ഞാൻ വന്ന് കിടക്കുന്നത്, എൻ്റെ മക്കളേനെയും കൂട്ടിയിട്ട്. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. എപ്പോഴും ഞാൻ അമ്മോട് പ്രാർത്ഥിക്കും. പിന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ചിട്ടുള്ള 2 അത്ഭുതങ്ങളാണ്. ഒരു ദിവസം എൻ്റെ മോൻ ഫോൺ ചെയ്യുമ്പോൾ മുടി വെട്ടിയിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ നീ മുടി വെട്ടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു മുടി വെട്ടാൻ പറ്റില്ല അമ്മ, എൻ്റെ മുടി കൊഴിഞ്ഞു പോയി എടുക്കുക. അപ്പോൾ ഇവിടെയുള്ള മുടി ഞാൻ വളർത്തിയിട്ട് ഇങ്ങോട്ട് പതിച്ച് വെച്ചുള്ളതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് എനിക്കൊന്ന് കാട്ടി തന്നേന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഈ പതിച്ച് വെച്ച മുടി ഇങ്ങോട്ട് പൊക്കിയപ്പോൾ ഇവിടെ നിന്നൊട്ട് ഇതുവരെ മുടിയില്ല അവൻ്റെ തലയിൽ. അപ്പം ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പോൾ പിന്നീട് അവൻ എനിക്ക് കാണിച്ചു തരാറില്ല. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് വയ്യാതെ ഇരിക്കുന്ന ഒരു വല്യമ്മയുണ്ട്. വല്യമ്മേനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നുൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയി എടുക്കണു വല്യമ്മേന്ന്. അപ്പോൾ വല്യമ്മ പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കുക. ഒരു പെൺകുട്ടിയുടെ മുടി കൊഴിഞ്ഞു പോയിട്ട് ആ കുട്ടിയുടെ അപ്പച്ചൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ട് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചിട്ട് മുടി വന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ നിൻ്റെ തലയിൽ തൈലം പുരട്ടിയിട്ട് നീ പ്രാർത്ഥിക്കും മാതാവിനോട് തോന്നുന്നു. അപ്പം ഞാൻ ഇവനോട് വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മതെ ഇപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പോവാണ്,
തലയിൽ തൈലം പുരട്ടിയിട്ട്. അപ്പം ഞാൻ തലയിൽ കുരിശ് വരച്ചിട്ട്, എൻ്റെ തലയിൽ കുരിശ് വരച്ചിട്ട്, എൻ്റെ കൃപാസന അമ്മേ, എൻ്റെ മോൻ ഇത്ര പ്രായമായിട്ടുള്ളൂ, ഇത്ര ചെറുപ്പത്തിൽ മുടി കൊഴിഞ്ഞു പോയിട്ട് ഇരിക്കല്ലേ, എൻ്റെ മോൻ്റെ പോയ മുടി അതുപോലെ വരണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഈ തൈലം കൊണ്ട് ഇങ്ങനെ ഈ മുടി അവൻ്റെ എത്ര സ്ഥലം കൊഴിഞ്ഞു വെച്ചെങ്കിൽ അത്ര സ്ഥലം ഞാൻ അങ്ങനെ തേച്ച് പിടിപ്പിക്കും, എന്നും തേച്ച് പിടിപ്പിക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ മുടി വന്നു. ഇപ്പം ഈ കാണുന്ന മുടി പിണ്ടായി വന്ന മുടി, ഇവിടെ ഉണ്ടായിരുന്നേ ഇല്ലേ മുടി, ആ മുടി വന്നു. അപ്പോൾ അത് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചതെന്ന് ആ തൈലം തേച്ച് പ്രാർത്ഥിച്ച കാരണം കുരിശടയാളം ഇട്ടിട്ടാണ് ഞാനതിങ്ങനെ വെച്ച് തേച്ചായിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ദൈവം മാതാവും അനുഗ്രഹം തന്നിട്ട് എൻ്റെ മോൻ്റെ കൊഴിഞ്ഞു പോയ മുടി തിരിച്ചു തന്നു. പിന്നെ തൈലത്തിൻ്റെ അത് എൻ്റെ തല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കനമുള്ളൊരു ബോർഡുമ്മ ശക്തിയായിട്ട് മുട്ടി. അന്ന് തൊട്ട് എനിക്ക് നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ആ മുറിവ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് ഇവനെയായിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അത് തന്നെ അങ്ങനെ വെച്ചിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആണി കുത്തി കാരണമാതിരി ഇവിടെ നിന്ന് ഉള്ളിലേക്ക് ഭയങ്കര വേദന. അത് ഞാൻ സഹിച്ച് അങ്ങനെ നടന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ എനിക്ക് ആ വേദന അങ്ങനെ കൂടി വന്നപ്പോൾ അപ്പം പുലർച്ചെ ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയി CT സ്കാൻ എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു MRI എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല, ഇവൻ പോവുകയും ഇതൊക്കെ ചെയ്ത കാരണം കൊണ്ട് ഞങ്ങളുടെയൊക്കെ അപ്പോൾ CT സ്കാൻ എടുക്കാൻ MRI ചെയ്യാനുള്ള കാശുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിപ്പോൾ MRI ചെയ്ത് ചികിത്സിക്കാനൊന്നും പറ്റില്ല, എൻ്റെ വേദന മാതാവിനെ മാറ്റി കൊടുക്കാമെന്നുള്ള എത്ര അത്ഭുതം പ്രവർത്തിക്കണം അമ്മ, എത്ര ആളുടെ അസുഖങ്ങൾ മാറ്റിയിട്ടുണ്ട് അമ്മേ, എന്നോട് കരുണ തോന്നി എൻ്റെ അസുഖം മാറ്റി തരണമായിട്ട് ഞാൻ തൈലം പറ്റി പ്രാർത്ഥിച്ചു. ഇന്ന് എനിക്ക് ആ കുത്തുന്ന വേദന എന്താണെന്ന് എനിക്ക് ഓർമ്മയും കൂടി ഇല്ല, മറന്നുപോയി ഞാനത്. എനിക്കിപ്പോൾ ഒരു അസുഖമില്ല, തലയിലെ സംബന്ധിച്ച് ഒരു അസുഖമില്ല എനിക്ക്. മറ്റേത് ഇവിടെ നിന്ന് മുട്ടിയ സ്ഥലത്തു നിന്ന് ഉള്ളിലേക്കൊരു വേദനയായിരുന്നു. അപ്പം എൻ്റെ കാര്യം തലച്ചോറിലേക്ക് വല്ല പഴുപ്പ് കൊടുത്തിട്ടുണ്ടാവും വെച്ചിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച ദിവസം തൈലം പറ്റി അമ്മ അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ അത്ഭുതങ്ങൾ. എപ്പോഴും അതെ, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും അതെ, മാതാവിനെ എൻ്റെ കൃപാസന അമ്മയുടെ തിരുസുതനോട് പറയണേ, അമ്മ പറഞ്ഞാൽ മകൻ കേൾക്കാതിരിക്കില്ല, അങ്ങനെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ആരുമില്ല, ഞാനീ മിണ്ടാത്ത കുട്ടി തന്നെയുള്ളപ്പോൾ ഞാൻ ആ മാതാവിനോട് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കും, കരുതി ഇരുന്നിട്ടൊന്നുമില്ല, പെട്ടെന്ന് അറിയാതെ അങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ മാതാവ് എൻ്റെ ജീവിതത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഒറ്റ ബോധ്യത്തിൽ ഞാൻ ജീവിക്കുക. പിന്നെ ഞാൻ ഇവനെയും കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പോകാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്തും ബന്ധത്തിലും ഹോസ്പിറ്റലിലൊക്കെ ഉള്ളവരെ കാണിയും ഞങ്ങളുടെ കഴിവിനനുസരിച്ച് അവരെന്നെ സഹായിക്കുകയും മരുന്നിന് പൈസ കൊടുക്കുക, അങ്ങനെ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഉടമ്പടി പത്രം ഞാനെല്ലാം വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് തന്നെയാണ്. ഇവൻ്റെ അപ്പച്ചൻ പണി മാറ്റി വന്നാൽ ഇവനെ അപ്പച്ചൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ പോകും. രാത്രി ഇരുട്ടാവുന്നവരെ ഞാൻ ഓരോ വീട്ടിൽ കയറിയാലും ഇവൻ ഗൾഫിൽ പോയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കും ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ അത്ഭുതമായി. അതൊരു പെട്ടെന്ന്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് മാതാവ് ചെയ്തു തന്നതാന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞ് നേരം വൈകിട്ടേ ഞാൻ വരുള്ളൂ. എല്ലാ വീട്ടിലും കയറിയിട്ട് ഞാൻ അങ്ങനെ പത്രം കൊടുക്കും. അല്ലാണ്ട് ഇഷ്ടമല്ല ചോദിച്ചിട്ട് കൊടുക്കുള്ളൂ. വേണ്ടാന്ന് പറഞ്ഞ വീട്ടിൽ അല്ലെങ്കിൽ കളയേണ്ട തരത്തിൽ ഞാൻ കൊടുക്കില്ല. ഞാൻ കൈ പിടിക്കുള്ളൂ, വേറൊരാൾക്ക് കൊടുക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ ഒക്കെ ചെയ്യും. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് അത്ഭുതം പ്രവർത്തിക്കണം. ഇനിയുണ്ട് പ്രയർ. എൻ്റെ മോൻ ഇപ്പോൾ അടങ്ങിയിരിക്കാനും കുർബാനയ്ക്ക് എനിക്ക് പോകാനും ഒക്കെ പറ്റി തുടങ്ങിയത് ഇവിടെ വന്നേ. പിന്നെ അതുവരെ എൻ്റെ മോൻ ഭയങ്കര ശബ്ദങ്ങളുണ്ടാക്കണ കാരണം ഞങ്ങൾ അങ്ങനെ പോവാറില്ല പുറത്തേക്ക്. മറ്റുള്ളവരൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നല്ല വിഷമം തോന്നും. അത് കാരണം കൊണ്ട് ഇപ്പം ഇങ്ങനെ ആയാലും പിടിച്ചിട്ട് എവിടെയും കൊണ്ട് നടക്കാം. എനിക്ക് അത്ര മാറ്റങ്ങളൊക്കെ വന്നു അവനെ. അപ്പോൾ അവൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ. പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ മാതാവിനോട് ഇപ്പോഴും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുകയാണ്. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഇനി അത്ഭുതം പ്രവർത്തിക്കുന്നത് എനിക്കറിയാം. അതിന് നന്ദി പറയാൻ നമ്പറുകളൊന്നുമില്ല. 1000 കോടാനുകോടി എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. എൻ്റെ അമ്മ ചെയ്തു തന്ന അനുഗ്രഹത്തിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈശോയോട് അമ്മ പറഞ്ഞാൽ കേൾക്കും. എല്ലാ മക്കളും വിചാരിച്ച് തൊഴിലില്ലാതെ വിഷമിക്കണ മക്കളെ ഓർത്ത് ഞാൻ നല്ലോണം പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് പഠിച്ച് ഉയർന്ന് പഠിക്കാൻ സാധിക്കാത്ത മക്കളെ കുറിച്ച് അവരുടെ മാതാപിതാക്കളുടെ വേദന ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു വേദന അത് കണ്ട അമ്മയാണ്. അപ്പോൾ തൊഴിലെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട, മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ഉടമ്പടിയിൽ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും. എനിക്ക് ഉടനടി പരിഹാരമാണ് കിട്ടിയത്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഉടനടി പരിഹാരം എന്ന്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് അതൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല, എന്തോ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. അങ്ങനെ എൻ്റെ മോൻ പോയി സുഖമായിട്ട് ജോലി ചെയ്തിപ്പോൾ വന്നു. ഇനി ജൂലൈ 10 തിരിച്ചു പോവും. അപ്പോൾ മാതാവ്
അത്ഭുതം പ്രവർത്തിച്ചത് പറയാനായിട്ട് എനിക്ക് ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അതിന് മാതാവിനും അമ്മയുടെ മോനും എൻ്റെ ബീശോയെ എപ്പോഴും കൃപാസന മാതാവേ അമ്മയുടെ മോനോട് പറയണേ, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം മാതാവ് അത് എന്തായാലും തീർച്ചയായിട്ടും പറയും. നമ്മൾ എല്ലാവരും എണ്ണി പറയുമെന്ന് വേണ്ട, നമ്മൾ മറന്നുപോയി. ഞാൻ ഈ വിസ എടുത്ത കാര്യം ഞാൻ മറന്നുപോയി നടന്നു. ദൈവം മറന്നുണ്ടായിരുന്നില്ല. നമ്മൾ മറന്നാലും തമ്പുരാൻ മറക്കില്ല. തമ്പുരാൻ അത് വയ്ക്കും. എന്താ വെച്ചാൽ നമ്മളെ തമ്പുരാൻ്റെ വഴിയിൽ നടത്താനായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി വൈകും, അത് നമ്മുടെ കുഴപ്പം കൊണ്ടാവും. അപ്പം നമ്മൾ മര്യാദയ്ക്ക് ഉടമ്പടി പാലിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് മര്യാദയ്ക്ക് കുമ്പസാരിച്ച് കുർബാന കണ്ട് പ്രാർത്ഥന ഞാൻ ഇന്ന് വരെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. 2023 ജൂൺ 12 വന്നത് ഞാനിവിടെ. പണ്ട് ഒരു പെരുന്നാളായാൽ അല്ലെങ്കിൽ 4 ആൾ വിരുന്ന് വന്നാൽ അന്ന് പ്രാർത്ഥനയിലില്ല, അല്ലെങ്കിൽ ക്ഷീണം വയ്യായിക എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥനയിലില്ല. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പഠിച്ചത് ഇവിടെ വന്ന കാരണം ചിട്ടയായിട്ടുള്ളൊരു ജീവിതം ഇവിടെ വന്നേ പിന്നെയാണ്. ഞായറാഴ്ച കുർബാന മുടങ്ങാണ്ട് പോകണമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ ഞായറാഴ്ച കുർബാനയും മുടക്കും, അങ്ങനെയായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, എല്ലാം ക്ലിയറായി. മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് മാതാവ് എനിക്ക് ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ഉറച്ച് വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ കുട്ടീനെയും കൊണ്ട് ഞാനിങ്ങനെ വരണേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം, വൈകല്യമുള്ള മക്കളെ ഓർത്ത് വേദനിക്കുന്ന കുറേ മാതാപിതാക്കളുണ്ട്. അവരുടെ സങ്കടം പറഞ്ഞാൽ അറിയില്ല, അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എൻ്റെ മോൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. മാധവനോട് ഞാൻ ഇപ്പോഴും നിയോഗത്തിൽ വെച്ചിട്ടുണ്ട് എൻ്റെ മോൻ സംസാരിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ മോൻ സംസാരിച്ചിട്ട് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കൃപാസന അമ്മ സാധിപ്പിച്ചു തരുന്നു ഞാൻ വിചാരിക്കണം. ഞാൻ കൊന്ത പ്രാർത്ഥിക്കാറുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല. ഞാൻ ബൈബിള് വായിക്കും. അരമണിക്കൂറൊന്നല്ല, എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ബൈബിള് നന്നായി വായിക്കും. കൊന്തയും ചെല്ലും. കൊന്ത ആദ്യമൊന്നും അങ്ങനെ കൊന്തകൾ കുറേ ചെല്ലാറില്ല. പിന്നെ ഈ കിടാങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരാൾ എന്നോട് ഒരു പ്രാർത്ഥന ചോദിച്ചാലോ എൻ്റെ ഒരു ആവശ്യം ഉള്ള എപ്പോഴും ഞാൻ കൊന്തയല്ലായിരിക്കും. അപ്പം എന്നോട് ഞാൻ പറയും, നമ്മൾ 3 ആൾ ഇരുന്ന അവിടെ യേശു ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെല്ലുക. അപ്പം 3 കൊന്ത കഴിഞ്ഞപ്പം പറയും മതിയില്ല അമ്മേന്ന് ചോദിച്ചാൽ പറ്റില്ല, 4 ചെല്ലണം എന്ന് പറഞ്ഞിട്ട് 4 കൊന്ത ഞങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. 4 കൊന്ത ആവർത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കും, ഉറപ്പാണ്. അങ്ങനെ കൊന്ത ചെല്ലിൽ ഞങ്ങൾ മടുപ്പ് തോന്നാതെ ഞങ്ങൾ ഇവനിരിക്കും, ഈ വയ്യാത്ത കടാവും ഇരിക്കും കൊന്ത ചെല്ലുമ്പോൾ. അങ്ങനെ ഞങ്ങൾ 3 ആളാക്കും കണക്കിന്. അങ്ങനെ ഞങ്ങൾ പകലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കൊന്ത ചെല്ലാറുണ്ട്. ഇവന് ജോലി ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങനെ കൊന്ത ചെല്ലാറുണ്ട്. അങ്ങനെ പ്രാർത്ഥനയും ഇതിലൊക്കെ പോയി അങ്ങനെ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിനും അമ്മയ്ക്കും എണ്ണി ഒടുങ്ങാത്ത നന്ദി. അതിന് നമ്പറൊന്നുമില്ല, കോടാനുകോടി എന്ന് പറഞ്ഞാലൊന്നും മതിയാവില്ല. അതുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ അമ്മയില്ലാത്തൊരു ജീവിതം എനിക്കില്ല. അമ്മോട് അപേക്ഷിച്ച മകൻ വഴി അത് സാധിച്ചു കിട്ടും, ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിൽ അത് ഉറപ്പാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വചനമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ക്ഷീണിക്കാം, പ്രത്യാശ നഷ്ടപ്പെടാം, പ്രശ്നങ്ങളിൽ തളരാം. പക്ഷെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവർക്ക്, ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കുന്നവർക്ക് ദൈവം പുതിയ ശക്തി നൽകി അവരെ അനുഗ്രഹിക്കുകയാണ്. കഴുകനെ പോലെ ചിറ ഉയർത്തി ഉയരുവാൻ അവർക്ക് സാധിക്കും. ഉടമ്പടിയിൽ ദൈവകൃപയാണ് നമ്മെ ആത്മീയമായി ഉയർത്തുന്നത്. ഈ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ആത്മീയ ബന്ധമാണ്. അതുകൊണ്ടാണ് നാം ഓടിയാലും ക്ഷീണിക്കാത്തതും ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ ദൈവം ധൈര്യം നൽകുന്നു എന്നൊരു ഉറപ്പാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. കാരണം ഉടമ്പടി എന്നത് ദൈവ സാന്നിധ്യമാണ്. പഴയ നിയമത്തിൽ ഉടമ്പടി ദൈവ സാന്നിധ്യമാണ്. ഇന്നത്തെ ഈ ഉടമ്പടിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് പുതിയ ശക്തി ലഭിക്കുന്നത്. അങ്ങനെ ഒരു ശക്തി ലഭിച്ച ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ദൈവിക സാക്ഷ്യമാണ് റീന രാജൻ എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകളുടെ ജീവിതത്തിൽ ആദ്യമായി കൃപാസനത്തെ പറ്റി അറിയുകയും ഈ കഴിവില്ലാത്ത ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഈ മകനുമായിട്ട് കൃപാസനത്തിൽ വരിക എന്നത് ഓർക്കാൻ പോലും പറ്റില്ല. കാരണം 9 വർഷമായി പുറത്തിറങ്ങിയിട്ട് ഈ കൊച്ചുമോനുമായിട്ട്
പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം സംസാരിക്കാൻ സാധിക്കാത്ത കൊണ്ട് ശബ്ദം മാത്രമേ പുറപ്പെടുവിക്കുകയുള്ളൂ. അത് മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആകുമെന്ന് കരുതി, എല്ലാവരും നോക്കുമ്പോൾ മാനസികമായിട്ട് സങ്കടം തോന്നുമെന്ന് കരുതി ഒരിക്കലും പുറത്തിറങ്ങിയിട്ടില്ല. ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ പോകുവാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് ആരോ കൃപാസനത്തെ പറ്റി പറയുകയും അങ്ങനെ അവിടെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു സഹോദരൻ മുഖേന കൃപാസനത്തിൽ വരുവാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്. അങ്ങനെയാണ് റീന രാജൻ ഈ മകൻ്റെ കൈപിടിച്ച് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യമൊക്കെ വരുവാൻ ഭയമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വന്ന് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ സന്നിധിയിൽ കാലുകുത്തിയ നാൾ മുതൽ ഈ മകന് ആ ശബ്ദം പുറപ്പെടുവിക്കാതെ അവന് നിശബ്ദതയോടെ നിന്ന് അമ്മയുടെ സന്നിധിയാണെന്ന് അവന് പോലും മനസ്സിലായി. അങ്ങനെ ആ ഉടമ്പടി ജീവിതം ഇപ്പോൾ 9 പ്രാവശ്യം ഇവിടെ വന്നു പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ. ഇത്രയും നാൾ അമ്മയുടെ സന്നിധിയിൽ വരുവാൻ സാധിച്ചെങ്കിൽ അത് അമ്മയുടെ ഒരു വലിയ കൃപയാണ്. അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച ഒരു വലിയ കൃപയാണ് ഈ മക്കൾക്ക്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകവേ ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ ഏറ്റവും ആദ്യത്തെ നിയോഗം സമർപ്പിച്ചത് തന്നെ മൂത്ത മകന് വേണ്ടിയിട്ടാണ്. അവന് പഠന വൈകല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഠിത്തം മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. എങ്ങനെയെങ്കിലും നമുക്കറിയാം ഗവൺമെൻറ് ഒരു ഫെസിലിറ്റി തന്നിരുന്നു, ജസ്റ്റ് പാസ് മാർക്ക്, ഫെയിൽ ചെയ്യാതെ പാസ് ആക്കുന്ന ഒരു സാഹചര്യം കിട്ടി. അങ്ങനെയാണ് ഈ മകന് +2 വരെ പഠിക്കാൻ സാധിച്ചത്. പിന്നീട് +2 ആയ മകന് വേണ്ടിയിട്ട് ഒരു ചെറിയ ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചൊരു നിയോഗം സമർപ്പിച്ചത്. പക്ഷെങ്കിൽ അവിടെയും ഉടമ്പടി ഉടനടി പരിഹാരം എന്ന രീതിയിൽ ഈ അമ്മയുടെ പ്രാർത്ഥന കേട്ട് കൃപാസനം അമ്മ അവിടെ ഇടപെടുകയായിരുന്നു. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിദേശ രാജ്യത്ത് ദുബായിൽ ഈ മകനൊരു ജോലി നൽകിയാണ്. ഉടമ്പടി എടുത്ത് അന്ന് തന്നെ വീട്ടിൽ തിരിച്ചു പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തില്ല. അതിനു മുമ്പേ ദുബായിൽ നിന്നൊരു ഫോൺ വരികയാണ്. ഉടമ്പടി ഉടനടി പരിഹാരം. ഈ അമ്മയ്ക്ക് ഫോൺ വരികയും പെട്ടെന്ന് തന്നെ റെഡി ആവാനാണ് പറഞ്ഞത്. വിസയ്ക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് പേപ്പറെല്ലാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ജൂൺ 12 ഉടമ്പടി എടുത്തു. അന്ന് തന്നെ ഫോൺ കോൾ വന്നു. പിന്നെ ഈ മകനെ ഒറ്റയ്ക്ക് വിടാതിരിക്കാനായിട്ട് ഒരു കൂട്ടിന് വേണ്ടിയിട്ട് ഒരാളെയും കൂടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് ജൂലൈ 14 പോകാനായിട്ടെല്ലാം റെഡി ആവുകയും ജൂലൈ 17 ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടി വരികയും ചെയ്യേണ്ടത്. അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലുണ്ട് എന്നുള്ള ഒരു വലിയ അടയാളമാണ് 17 എന്ന നമ്പർ ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവുന്ന എല്ലാ മക്കളുടെയും സാക്ഷ്യത്തിനകത്ത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് 17 എന്ന നമ്പറുണ്ടെങ്കിൽ അത് അമ്മ തന്നതാണ്. അമ്മയുടെ ഇടപെടലുണ്ട്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഈ സഹോദരിക്ക് വന്നത്. അങ്ങനെ ജൂലൈ 17 ഈ മകൻ ജോലിക്ക് പോയി ദുബായിക്ക്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനാണ് ഈ മകനിന്ന് വന്നിരിക്കുന്നത്. എത്രയൊക്കെ വൈകല്യങ്ങളുണ്ടായാലും എത്രയെത്ര പ്രതിസന്ധികളുണ്ടായാലും മനുഷ്യനെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. മർക്കോസിൻ്റെ സുവിശേഷം 10:27 പറയുന്നത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ്. ഉടമ്പടിയിൽ അസാധ്യമായ കാര്യങ്ങളാണ് നാം പലപ്പോഴും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിക്കുന്നത്. അതുതന്നെയാണ് ജോസഫ് അച്ഛൻ നമ്മളോട് പലപ്പോഴും പറയാറുള്ളത്. നമുക്ക് സാധ്യമല്ല എന്ന കാര്യങ്ങൾ ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ഒരിക്കലും ഈ അമ്മ പ്രാർത്ഥിച്ചില്ല ഈ മകന് ദുബായിക്ക് പോകാൻ സാധിക്കുമെന്ന്. ചെറിയൊരു ജോലി നൽകി എങ്ങനെയെങ്കിലും കുടുംബത്തെ ഒന്ന് സഹായിക്കണമെന്ന് മാത്രമേ ഒരു പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെങ്കിൽ അമ്മയുടെ ഇടപെടൽ അസാധ്യമായ കാര്യമാണ് ദുബായിൽ ഈ മകന് പോകുവാൻ സാധിച്ചത്. നമ്മുടെ ബലഹീനതകളും നമ്മുടെ ദുർബലതകളും ഒന്നും ഈശോയ്ക്ക് പ്രശ്നമല്ല. നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാം ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എന്തും നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. മത്തായിയുടെ സുവിശേഷം 21-22 വചനം പറയുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. നമ്മൾ ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പൂർണ്ണമായ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, അതിലപ്പുറം നമുക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ദൈവം നടത്തി തരുന്നതാണ് ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതും ചെയ്യുന്ന എന്തും നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ഇടപെടുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 11:24 പറയുന്നത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഈ മകളും
റീന രാജൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മക്കളെയുമായിട്ട് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് വന്നിരിക്കുന്നത്. ദൈവം ധൈര്യം നൽകുന്ന പരിശുദ്ധ അമ്മ ദൈവം ധൈര്യം നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ്. അമ്മയാണ് നമ്മെ കരം പിടിച്ച് ആ ദൈവാശ്രയത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. ആ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. മരിയൻ ഉടമ്പടിയിലൂടെ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വെച്ച് ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. മനുഷ്യ ശക്തിയിലല്ല, കൃപയിലാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാം വിശ്വസിക്കുന്നത്. ആ അമ്മയാണ് നമ്മെ വിശ്വാസത്തിലേക്ക് ഉയർത്തുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ വീണ്ടും നമുക്ക് ശക്തി പ്രാപിക്കുന്ന ഉടമ്പടിയിലൂടെയാണ്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ആ തളരാത്ത, ആ ക്ഷീണിക്കാത്ത ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ നിയമങ്ങളും സമർപ്പിച്ച് കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. അതുപോലെ തന്നെയാണ് രോഗസൗഖ്യം ലഭിച്ചതും. ഈ മക്കൾക്ക് കിട്ടിയ മുടിയില്ല എന്ന് പറഞ്ഞ ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് മുടി ഇല്ലാതിരുന്ന മകന് മുടി വെട്ടാതിരുന്നപ്പോൾ അമ്മ വളരെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു. അപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ വല്യമ്മയിൽ കൂടെയാണ്. വല്യമ്മ പറയുകയാണ് ഈ മകളോട്, മകളെ ഞാനൊരു സാക്ഷ്യം കേട്ടു, മകൻ ഇവിടെ ഇല്ല, മകൻ ദുബായിലാണ്. ഈ മകന് മുടി വെട്ടാതിരുന്നപ്പോൾ അമ്മ ചോദിച്ചു എന്താ മകനെ മുടി വെട്ടാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ മുടിയെല്ലാം പോയി, പുറകിലുള്ള മുടി വളർത്തിക്കൊണ്ട് മുന്നോട്ട് വെക്കുകയാണ്. അതുകൊണ്ട് പിന്നീട് ഫോൺ വിളിച്ചപ്പോഴും മകൻ ഫോണിൽ വീഡിയോ കോളിൽ വരുന്നില്ല, കാരണം അമ്മ കരയുമെന്ന് വിചാരിച്ച്. പിന്നെ അമ്മ തന്നെ മാതാവ് വല്യമ്മയിൽ കൂടെ സംസാരിക്കുകയാണ്, ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയെന്ന്. അങ്ങനെയാണ് ഈ സഹോദരി ഉടമ്പടി തൈലം തൻ്റെ സ്വയം തലയിൽ തേച്ച് മകന് വേണ്ടി പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ ആ മുടി വളരുകയാണ്. ഇവിടെയും ഒരു വലിയ വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ് ഉടമ്പടി തൈലം. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ആ അമ്മ വല്യമ്മ പറഞ്ഞു കൊടുത്തത്, അതായത് ഒരു സാക്ഷ്യത്തിൽ കൂടെ നമ്മുടെ ഓരോ സാക്ഷ്യം പറയുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ സാക്ഷ്യത്തിൽ കൂടെയാണ് മറ്റുള്ളവർ ഒരു പ്രചോദനമാകുന്നത്. ആ ഒരു സാക്ഷ്യത്തിലൂടെ ആ വല്യമ്മ തക്ക സമയത്ത് പറഞ്ഞു കൊടുക്കുകയും ഈ സഹോദരി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ഈ മകനിന്ന് നല്ലപോലെ മുൻപത്തേക്കാളും നല്ലതായിട്ട് മുടി വളരുകയും അതും പരിശുദ്ധമ്മയുടെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ്. തന്നെയുമല്ല തലയുടെ അസുഖം, വേദന ഉണ്ടായിരുന്നതും ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗത്തിലാണ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കൊരു പക്ഷേ വിചാരിക്കാം പത്രം കൊടുക്കാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് നമുക്ക് പല എക്സ്ക്യൂസ് കാണാം. കാരണം എൻ്റെ മകൻ ഇങ്ങനെയാണ്, എനിക്ക് പത്രം കൊടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെങ്കിൽ ഈ സഹോദരി ഈ മകനെയുമായിട്ടാണ് പത്രം എടുക്കാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ ശ്രമം ഒരുപക്ഷെ ഈ സഹോദരിക്ക് നല്ലൊരു എക്സ്ക്യൂസാണ്. ഈ മകനുമായിട്ട് ഞാൻ എങ്ങനെ പത്രം കൊടുക്കാൻ പോകുമെന്ന്. പക്ഷെങ്കിൽ ഈ മകനുമായിട്ട് മൂത്ത മകന് ലഭിച്ച അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പത്രവുമായിട്ടാണ് വീടുകൾ തോറും കയറി ഇറങ്ങിയത്. പിന്നെ എങ്ങനെ ദൈവം അനുഗ്രഹിക്കാതിരിക്കും? പ്രേക്ഷിത പ്രവർത്തനവും ദൈവത്തിനെ പറ്റിയുള്ള മഹത്വപ്പെടുത്തിയിലാണ്. നാം ദൈവത്തിന് കൊടുക്കാനായിട്ട് വേറൊന്നുമില്ല, ദൈവത്തെ മഹത്വപ്പെടുത്താൻ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്കും ഓരോ അവസരങ്ങൾ ലഭിക്കുന്നത് പാഴാക്കാതെ ഓരോ അവസരങ്ങൾ നമുക്ക് ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ മഹത്വീകരണത്തിനായി പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റീന രാജന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.